നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ലോകം വളരെയധികം ഭീതിയിലും ആശങ്കയിലുമാണ്. ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തിന് നേരെ ഹമാസ് എന്ന ഭീകര സംഘടനയിലെ ഭീരുക്കൾ നടത്തിയ ക്രൂരതയുടെ വാർത്തകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പാലസ്തീനിൽ ഇക്കൂട്ടർ ഹമാസ് ആണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഇവർ താലിബാൻ എന്ന് അറിയപ്പെടുന്നു. വേൾഡ് ട്രേഡ് സെന്റർ തകർത്തപ്പോൾ ഇവർ അൽ-ഖ്വയ്ദ, ഇന്ത്യയുടെ കാശ്മീരിൽ ഇവർ ലഷ്കർ ഇ തൊയ്ബ, സിറിയയിൽ ഇവർ ഇസ്ലാമിക് സ്റ്റേറ്റ്. ലോകത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ കൂട്ടരെ വിളിക്കുന്ന ഒരു ഒറ്റ പേരുണ്ട്: ഇസ്ലാമിക തീവ്രവാദികൾ. ലോകത്ത് എവിടെയാണെങ്കിലും, അത് പാലസ്തീൻ ആയിക്കോട്ടെ, അഫ്ഗാൻ ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, ഇവരുടെ ലക്ഷ്യം ഒന്ന് തന്നെ, ഇവരുടെ ഇരകൾ ഒന്ന് തന്നെ. ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഹമാസിന്റെ ലക്ഷ്യം യഹൂദരില്ലാത്ത, ക്രൈസ്തവരില്ലാത്ത ഒരു ലോകമോ? ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ഇസ്രായേലിൽ നിന്നും വ്ളോഗർ ശ്രീ അരുൺ വർഗീസ്, ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോസ് തളിയത്ത്, സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, ഒപ്പം ഇസ്രായേലിൽ നിന്നും ശ്രീമതി ഡെയ്സി ആൻഡോ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അരുൺ വർഗീസ്, നമുക്കറിയാം ലോകം വളരെയധികം ഒരു ആശങ്കയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു നിമിഷം, കഴിഞ്ഞ ശനിയാഴ്ച ലോകത്തെ ഞെട്ടിച്ച ചില വാർത്തകൾ ഇസ്രായേലിൽ നിന്നും പുറത്തു വന്നു. ഹമാസ് എന്ന ഭീകര സംഘടനയിലെ ഭീരുക്കൾ നടത്തിയ മുന്നറിയിപ്പില്ലാത്ത ഒരു ആക്രമണം. ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം ഇസ്രായേൽ സൈന്യം ഗാസയുടെ അതിർത്തികളിൽ കാത്തു നിൽക്കുന്നു, ഗാസയിലേക്ക് ഇരച്ചു കയറുവാൻ. സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യം. ഈ ശനിയാഴ്ച മുതൽ ഈ ദിനം വരെയുള്ള വാർത്തകൾ നാം അവലോകനം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഹമാസ് എന്ന ഭീകരർ നടത്തിയത് ഒരു ചതിപ്രയോഗം തന്നെയായിരുന്നില്ലേ ശ്രീ അരുൺ വർഗീസ്? തീർച്ചയായും ഈ ശനിയാഴ്ച രാവിലെ 6:30 ഇസ്രായേൽ ഉണരുമ്പോഴാണ് ഇസ്രായേൽ മൊത്തം സ്റ്റക്കായി അല്ലെങ്കിൽ വിറങ്ങളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് ഇസ്രായേൽ സംജാതമാകുന്നു. സ്വൈര്യവികാരം കൊണ്ടിരുന്ന ഇസ്രായേൽ ജീവിതത്തിലേക്ക് ഒരു കൂട്ടം അല്ലെങ്കിൽ ആയിരക്കണക്കിന് തീവ്രവാദികൾ, ഹമാസിന്റെ പോരാളികളെന്ന് ഹമാസിൽ നമ്മുടെ നാട്ടിലെ ചില ജനവിഭാഗവും ഓമന പേരിട്ട് വിളിക്കുന്ന തീവ്രവാദികൾ ഇരച്ചു കയറുകയും ഇസ്രായേലിന്റെ സ്വൈര്യ ജീവിതത്തിലേക്ക് മരണവും അല്ലെങ്കിൽ ആക്രമണവും അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം. ഞാൻ ഇസ്രായേലിലും പലസ്തീനിലും ഒരുപോലെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അതായത് ഇസ്രായേലിന്റെ ഞാൻ എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ ഫലസ്തീനിലും ഏകദേശം ഒരു 100-150 പ്രാവശ്യത്തിന് മുകളിൽ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് ഞാൻ ഫലസ്തീനിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. DCG ഒക്കെ അറിയാം, DCG ഒക്കെ നമ്മൾ ഫലസ്തീനിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുള്ള ബദലേം ചർച്ച് ഫലസ്തീനിലാണ്. ഞാൻ ടൂർ ഓപ്പറേറ്റർ കൂടിയാണ്. നമുക്ക് എറണാകുളം കേന്ദ്രീകരിച്ച ടൂർ കമ്പനിയുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഫലസ്തീനിലും ഇസ്രായേലിലും, അതായത് ഇതിനകത്ത് നമ്മൾ നോക്കി കാണേണ്ടതും അല്ലെങ്കിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യാത്തതും അല്ലെങ്കിൽ ഒരുപാട് പേര് അറിയാൻ ശ്രമിക്കാത്ത ഒരു കാര്യമാണ്, 25-30 ഇടയ്ക്ക് ശതമാനം ഫലസ്തീനികൾ വർക്ക് ചെയ്യുന്നത് ഇസ്രായേലിലാണ്. ഇസ്രായേൽ ഫലസ്തീന് കറണ്ട് കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതൊക്കെ മാത്രമേ ആൾക്കാർ ചിന്തിക്കാറുള്ളൂ അല്ലെങ്കിൽ പറയാറുള്ളൂ, ചർച്ച ചെയ്യപ്പെടാറുള്ളൂ. പക്ഷെ ഫലസ്തീന്റെ മെയിൻ ഇൻകം സോഴ്സുകൾ ഒന്ന് ടൂറിസം ആണെങ്കിൽ, രണ്ടാമത്തെ ഇൻകം സോഴ്സ് ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്യുന്നതാണ്. ശരിക്കും ഫലസ്തീനികൾ ഉണ്ടാവേണ്ട ആൾക്കാരാണ്, അല്ലെങ്കിൽ ഫലസ്തീൻ ജനത എന്നും ഇസ്രായേൽ ജനതയോട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂറ് പുലർത്തേണ്ടവരാണ് ശരിക്കും. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞതുപോലെ 20 അല്ലെങ്കിൽ 30, 25-30% ഇടയ്ക്ക് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം. യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ലാതെ അവർക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഏത് ഫലസ്തീനിക്ക് വേണമെങ്കിലും വർക്ക് പെർമിറ്റ് ഉള്ള ഒരു ഫലസ്തീനിക്ക് ഇവിടെ വരാം, വർക്ക് ചെയ്യാം, സ്റ്റേ ചെയ്യാം. ഇത്രയും സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യം ലോകത്ത് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും വലിയ രാഷ്ട്രീയ അരാജകത്വം അല്ലെങ്കിൽ ഇത്രയും വലിയ കൊടിപ്പക വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കിടയിലും ഇത്രയും ഒരു രാജ്യം ഇളവ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇസ്രായേൽ പോലെ സാമ്പത്തികമായി ഉന്നതിയുള്ള ഒരു രാജ്യത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആവശ്യമില്ല.
ശ്രീ അരുൺ അപ്പൊ വർഗീസ്, ഈ പാലസ്തീനികൾ ഇസ്രായേലിൽ ചെയ്യുന്ന ജോലിയുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്? അതായത് അവര് ഡെയിലി ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്ത് ഇപ്പൊ അതിർത്തി മേഖലകളിൽ ഉള്ളവരാണെങ്കിൽ തിരിച്ച് അവരുടെ രാജ്യത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമാണോ, അതല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അവിടെ ഒരു താമസിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഇസ്രായേൽ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ആ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കാമോ? പെർമനന്റ് ആയിട്ടില്ല. ഒരാഴ്ച 2 ആഴ്ച വരെയുള്ള പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കാറുണ്ട്. 1 മന്ത് വരെയുള്ള പെർമിറ്റുകൾ കൊടുക്കാറുണ്ട് ഫലസ്തീനികൾക്ക് ഇസ്രായേലിൽ വന്ന് സ്റ്റേ ചെയ്യാനായിട്ട്. അതല്ലാതെ ഒട്ടുമിക്ക ആൾക്കാരും ബൗണ്ടറി നമ്മുടെ ഇസ്രായേൽ ഫലസ്തീൻ ഏകദേശം 18ഓളം ബോർഡറുകൾ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഇസ്രായേൽ ഫലസ്തീൻ ഇടയ്ക്ക് ഒരു ബോർഡർ മാത്രമേ ഉള്ളൂ എന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ പാകിസ്ഥാൻ വാഗ ബോർഡർ എന്ന് പറയുന്ന പോലെ ഒരു ബോർഡർ അല്ല, അനേകം ബോർഡറുകളുണ്ട്. ഈ ബോർഡറുകളിൽ നിന്നെല്ലാം അനേകായിരം ഫലസ്തീനികളാണ് ഈ ഡെയിലി വേജസിന്റെ ഇസ്രായേലിൽ വന്ന് വർക്ക് ചെയ്ത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അപ്പോഴും ഇസ്രായേലിന്റെ സ്റ്റാൻഡേർഡ്, ഇസ്രായേലിന്റെ വർക്ക് പെർമിറ്റ് സ്റ്റാൻഡേർഡിലുള്ള സാലറി അവർക്ക് കിട്ടുന്നുണ്ട്. അതായത് വേണമെങ്കിൽ ഇസ്രായേൽ ചീപ്പായിട്ട് ലേബർ എടുക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൽ വേണമെങ്കിൽ ചീപ്പായിട്ട് കൊടുക്കും. കാരണം ഫലസ്തീൻ സാമ്പത്തികമായിട്ട് താഴെയുള്ള രാജ്യമായതുകൊണ്ട് വേണമെങ്കിൽ ഇസ്രായേലിൽ അങ്ങനെ ചെയ്യാം അവരോട്. പക്ഷെ അപ്പോഴും ഇത്രയും കാര്യങ്ങൾ ഇസ്രായേൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. പക്ഷേ എന്നിട്ടും പലപ്പോഴും ഒരു ഏകപക്ഷീയമായിട്ടുള്ള ചില നിലപാടുകൾ, പ്രത്യേകിച്ച് ഈ ഗാസയിലെ ഈ ഹമാസ് തീവ്രവാദികളുടെ ഭാഗത്ത് നിന്ന് അങ്ങ് സൂചിപ്പിച്ചു. നമ്മൾ പല ചർച്ചകളിലും കഴിഞ്ഞ ദിവസം ഷെക്കേന നടത്തിയ ചർച്ചകളിലാണെങ്കിൽ പോലും ഇസ്രായേലിൽ നിന്നുള്ള ശ്രീമതി ഷൈനി ബാബു ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെയധികം കരുണയും കാരുണ്യവും ഒപ്പം തന്നെ ഈ ജോലി സാഹചര്യങ്ങളും ഒക്കെ ഇസ്രായേൽ ഈ കൂട്ടർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ശനിയാഴ്ച നടന്നത് നമുക്കറിയാം, ഒരു യുദ്ധത്തിന്റെ ചില മര്യാദകളുണ്ട്, പാലിക്കപ്പെടേണ്ട ചില മാനുഷിക നിയമങ്ങളുണ്ട്. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ജനത അല്ലെങ്കിൽ യഹൂദ ജനത സാബത്ത് ആചരിക്കുന്ന, വിശ്രമിക്കുന്ന ആ ഒരു ദിനം തന്നെ നോക്കി അതിർത്തികളിലേക്ക് എരച്ചു കയറി തെരുവുകളിൽ കാണുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊന്നു കീറുന്ന, വെടിവെക്കുന്ന ഒരു മനോഭാവം. അത് അക്ഷരാർത്ഥത്തിൽ ഒരു വലിയൊരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വാക്ക് തന്നെ, ഈ പിന്നിൽ നിന്ന് കുത്തുക അല്ലെങ്കിൽ ഒരു ചതിപ്രയോഗം, അത് തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യുദ്ധനീതി അല്ലെങ്കിൽ യുദ്ധ നിയമം എന്ന് പറയുന്നത് രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ഒരു മിലിറ്ററി സംവിധാനത്തിനും ഒരു അഡ്മിനിസ്ട്രേഷൻ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളമാണ്. ഇതൊരു കൂട്ടം തീവ്രവാദികളാണ്. തീവ്രവാദി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്തിനോ വേണ്ടി തീവ്രമായി വാദിക്കുന്ന, ആശയം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ മറ്റാശയങ്ങളെ തള്ളിപ്പറയുന്ന, മറ്റാശയങ്ങളെ അതിക്രമിക്കുന്നവരാണ് നമ്മൾ തീവ്രവാദി എന്ന് പറയുന്നത്. അപ്പൊ യുദ്ധനീതി എന്നൊരു വാക്കിന് അവിടെ യാതൊരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. ഒപ്പം തന്നെ ഈ കൂട്ടർ ചെയ്ത മറ്റ് ചില ഈ വിക്രിയകളുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഈ കവചങ്ങളാക്കി, നേരത്തെ ഈ യുദ്ധമൊക്കെ കൊടുമ്പിരി കൊള്ളുന്നതിന് മുമ്പ് പലപ്പോഴും കേരളത്തിലെ പല മാധ്യമങ്ങളും ഒക്കെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ വലിയ വാർത്തയാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പാലസ്തീൻ സൈഡിൽ കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ കൊല്ലപ്പെടുന്നു. അത് ഒരു തരത്തിൽ അങ്ങ് ഇസ്രായേലിൽ നിന്നുള്ള വ്യക്തിയായത് കൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ ചോദിക്കുന്നത്. ഈ കുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ ഒക്കെ മനുഷ്യ കവചങ്ങളാക്കി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത് ഇവരുടെ ഒരു സ്ഥിരം ശൈലി തന്നെയല്ലേ ശ്രീ അരുൺ? തീർച്ചയായിട്ടും. ഇപ്പൊ മാത്രമല്ല, ഇത് 2 വർഷങ്ങൾക്ക് മുന്നേ വലിയൊരു യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വ്യോമേന യുദ്ധം, ഇപ്പൊ ഉണ്ടായിരിക്കുന്ന കരമാർഗമുള്ള യുദ്ധം അല്ലെങ്കിൽ വീട് കയറി ആക്രമിക്കുകയോ അതിക്രമിക്കുകയോ ബന്ദികളാക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം അന്നില്ലായിരുന്നെങ്കിൽ കൂടെ വലിയൊരു യുദ്ധം ഇസ്രായേൽ ജനത കണ്ടതാണ്. ആ ഒരു സമയത്തും ഇവര് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തു വിടുന്നത് ഫലസ്തീനിലെ സ്കൂളുകളുടെയോ ഹോസ്പിറ്റലുകളുടെയോ കോളേജുകളുടെയോ ജനവാസ പ്രദേശങ്ങളിൽ നിന്നാണ് ഇവർ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് വ്യക്തമാക്കാം, ഇവർ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടികളെയും സ്ത്രീകളെയും ഒരു മതിലാക്കി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് പറയായിരുന്നു, മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്, അർജുൻ നെവർ റൈസ് ഹിസ് ഹാൻഡ്സ് അഗൈൻസ്റ്റ് ശിഖണ്ഡിൻ. അർജുനൻ ഒരിക്കലും അവന്റെ ആയുധം ഒരു ശിഖണ്ഡിന് നേരെ ഉപയോഗിക്കില്ല എന്ന് പറയുന്നത് പോലെ ഇവരെ മറയാക്കി നിർത്തിക്കൊണ്ടാണ് ഹമാസും അല്ലെങ്കിൽ ഫലസ്തീനി തീവ്രവാദ സംഘടനകൾ ഇത്തരത്തിലുള്ള ഒരു യുദ്ധനീതി അല്ലെങ്കിൽ യുദ്ധ നിയമം നടപ്പിലാക്കിയിരുന്നത്. ഒപ്പം തന്നെ അതിൽ നിന്ന് തന്നെ ഇവർ നേട്ടം കൊയ്യുന്ന ഒരു സാഹചര്യം കൂടിയില്ലേ? ഈ കുട്ടികളുടെ ഒരു മൃതശരീരം ഒക്കെ കാണിച്ച് ചില ഫാൻസി ഡ്രസ്സുകളൊക്കെ നടത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ഈ അറബ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് സാമ്പത്തിക സഹായം ഇവർ മേടിച്ചെടുക്കുന്നു. അവർ പറയുന്നത് ഈ പാലസ്തീൻ ജനതയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ വികസിക്കുന്നത് ആരാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഈ ഭീരുക്കളായിട്ടുള്ള ഈ ഹമാസ് തീവ്രവാദികൾ തന്നെയാണ്. ഇതിനെപ്പോലും അവർ സ്വയം വളരാനുള്ള അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്കുള്ള ഒരു നേട്ടത്തിനുള്ള ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. നമ്മള് ഫലസ്തീനിൽ പോയി കഴിഞ്ഞാൽ, ബത്ലഹേമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയുണ്ട്.
നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഫലസ്തീൻ. ഫലസ്തീന്റെ ഇന്നത്തെ അവസ്ഥയായിരുന്നില്ല ഫലസ്തീൻ. ശരിക്കും ഭരിക്കാനറിയാത്ത ഭരണാധികാരികൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ അവരുടെ സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരിച്ച് ജനങ്ങളെ ഉപയോഗിച്ച് നശിപ്പിച്ച, അതായത് 20 വർഷമായിട്ട് ഭരണഘടന പ്രകാരം ഒരു നിയമ സംവിധാനം ഇല്ലാത്ത രാജ്യമാണ്, സ്വന്തമായിട്ടൊരു മിലിറ്ററി ഇല്ലാത്ത രാജ്യമാണ്, സ്വന്തമായിട്ടൊരു കറൻസി ഇല്ലാത്ത രാജ്യമാണ്. ഇന്ന് കാണുന്ന ഫലസ്തീന്റെ ഈ അവസ്ഥയിലേക്ക് ഫലസ്തീൻ എത്തപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കാൻ അറിയാത്തവരും ഭരണ ചൂഷണം നടത്തുന്ന ഭരണാധികാരികളും സ്വന്തം ലാഭത്തിന് വേണ്ടി സ്വന്തം ജനതയെ കക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരികളാണ്. അപ്പൊ നമുക്ക് ആ ഒരു അതിന്റെ പിന്തുടർച്ചയായിട്ടുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വളരെ വ്യക്തമാണ്. ദയവായി അങ്ങ് തുടരുക. ഞാൻ അച്ഛനിലേക്ക് പോവുകയാണ്. ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA, പ്രത്യേകിച്ച് ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച ആ ഒരു ദിനത്തിൽ അങ്ങ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അങ്ങ് വളരെയധികം പ്രശസ്തമായ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന ആ ഒരു മീഡിയയിലൂടെ ആ ഒരു വീഡിയോ വളരെയധികം ചർച്ചയായി മാറിയിരുന്നു. ഒരുപക്ഷെ പലരുടെയും മനോഭാവം, കേരളത്തിൽ പലരും ധരിച്ചു വെച്ചിരുന്ന ഈ ഇസ്രായേലിനെ കുറിച്ച് ധരിച്ചു വെച്ചിരുന്ന പല തെറ്റായ ചിന്താഗതികളും തിരുത്തി കുറിക്കുവാൻ ആ ഒരു വീഡിയോയ്ക്ക് സാധിച്ചു എന്ന് നിസ്സംശയം പറയാം. ലക്ഷങ്ങളാണ് ആ ഒരു വീഡിയോ കണ്ടത്. ഷെക്കേന തന്നെ ഷെക്കേനയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അത് അപ്ലോഡ് ചെയ്യുന്നു. ലക്ഷങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു. ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഇന്ന് കേരളത്തിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ അതിന്റെ ഒരു പ്രതിഫലനം തീർച്ചയായും കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക മനോഭാവം അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം കുറച്ച് വർഷങ്ങളായിട്ട് നാം കാണുന്നുണ്ട്. ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ, പ്രത്യേകിച്ച് യഹൂദർ, ചിലർക്ക് ഇത്രത്തോളം വെറുക്കപ്പെട്ടതായി മാറുന്നത്? ഫാദർ ജോൺസൺ പാലപ്പള്ളി. എനിക്ക് തോന്നുന്നത് നമുക്ക് കേരളീയർക്ക് പൊതുവെ ഉൾക്കൊള്ളാനാവാത്തതിനെ വിമർശിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്ന് തോന്നുന്നു. നമുക്കറിയാം, ഇസ്രായേൽ എന്ന രാജ്യം സ്വതന്ത്രമായിട്ട് വികൃതമായിട്ട് വെറും 60 വർഷമേ ആയിട്ടു. ഇസ്രായേലിനെ പറ്റി അറിയാത്ത എത്രയോ കാര്യങ്ങൾ നമുക്കൊന്നറിയാം. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോബൽ സമ്മാന ജേതാക്കളുടെ എണ്ണം തന്നെ 1901 നോബൽ സമ്മാനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം 2022 വരെ മൊത്തം 954 പേരാണ് നോബൽ സമ്മാന അർഹരായത്. ഈ 954 നോബൽ സമ്മാന അർഹരിൽ 212 പേരും ഇസ്രായേൽക്കാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇസ്രായേലിന്റെ ജനസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 96 ലക്ഷം, ഏകദേശം 1 കോടി താഴെ മാത്രമേ ജനസംഖ്യയുള്ളൂ. അതായത് 0.22% ആണ് ഇസ്രായേലിന്റെ ജനസംഖ്യ. വെറും 0.22% ജനസംഖ്യ വരുന്ന ഒരു ജനവിഭാഗം ഏതാണ്ട് 23-24% നോബൽ പ്രൈസ് അവർ വാങ്ങിച്ചെടുക്കുന്നതാണ്. അതിന്റെ വിശദമായ കണക്ക് ഇങ്ങനെയാണ്. രസതന്ത്രത്തിൽ ഏതാണ്ട് 36 പേരാണ് അവർ നോബൽ സമ്മാനം വാങ്ങിച്ചത് ഇസ്രായേലിൽ. എക്കണോമിക്സിൽ 37 പേർ, സാഹിത്യത്തിൽ 16 പേർ, സമാധാനത്തിൽ 9 പേർ, ഫിസിക്സിൽ 56 പേർ, മെഡിസിനിൽ 58 പേർ എന്നിങ്ങനെയാണ് ഈ നമ്മുടെ യഹൂദ വംശത്തിലെ നോബൽ സമ്മാനം. ഇവിടെ വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, അമേരിക്കയുടെ ബിസിനസ് തലപ്പത്തൊക്കെ ബിസിനസ് ബ്രെയിൻ ഒക്കെ ഇവിടെ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പലതും ഉത്ഭവം കൊള്ളുന്നത് യഹൂദന്മാരുടെ തലച്ചോറിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാവാം ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പരിഹാസ്യ രൂപേണ അങ്ങനെ ഒരു മനസ്സ് മലയാളിയുടെ മനസ്സിലുള്ളത് കൊണ്ടാവാം ഇസ്രായേൽക്കാരെ ഒരു പരിഹാസ്യ രൂപേണ അല്ലെങ്കിൽ അവരെ കൊച്ചാക്കി കാണുന്ന ഒരു മനോഭാവം ഉള്ളത് എന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ അരുൺ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഏതാണ്ട് 25% പലസ്തീനികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഈ ഇസ്രായേൽ എന്ന് പഠിപ്പിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ 20,000-ഓളം ഇന്ത്യക്കാർ, അതിന് മഹാഭൂരിപക്ഷവും മലയാളികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ഇസ്രായേലിനെയാണ് നമ്മള് നിസ്സാര കാര്യത്തിന് പേരിൽ എപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തുക അല്ലെങ്കിൽ പരിഹസിക്കുക എന്നുള്ള ഒരു മനോഭാവമായിട്ട് നമ്മൾ നേരിടുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. അത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമായിട്ട് ഇതിനെ കണക്കാക്കാം. ഞാൻ കൃത്യം പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 60 വർഷം മാത്രം പ്രായമുള്ള ഒരു ജനസമൂഹം, അതായത് കേരളത്തിന്റെ ജനസംഖ്യ 3.5 കോടിയോളമാണ്. അതിന് താഴെ കേരളത്തിൽ നോബൽ പ്രൈസ് പോലും കിട്ടിയിട്ടില്ല. കേരളത്തിൽ ശക്തമായിട്ടുള്ള ഒരു ശാസ്ത്ര ലോകത്ത് സംഭാവന ചെയ്ത ഒരു വ്യക്തിയെ പോലും കേരളത്തിന് ഗൗരവമായിട്ട് എടുത്തു പറയത്ത രീതിയിലൊന്നും അറിയില്ല. പക്ഷെ ഇവര് നോക്കുമ്പോഴത്തേക്കും ഇസ്രായേൽക്കാർ നമ്മളെക്കാളൊക്കെ എത്രയോ ഉന്നതിയിലാണ്. ഒരുപക്ഷെ നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ രാജ്യത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു വിശാല മനസ്കത നമുക്കില്ലാതെ പോകുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ ഇസ്രായേൽക്കാരെ നമ്മളൊരു പരിഹാസ രൂപേണ അല്ലെങ്കിൽ എപ്പോഴും പ്രതിസ്ഥാനത്ത് മാത്രം നിർത്തിക്കൊണ്ട് അവരെ വിമർശന വിധേയമാക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ്
പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ലാതെ തന്നെയാണ് ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ ഹമാസ് ഭീകരരുടെ പോരാളികളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇസ്രായേൽക്കാരുടെ ആ മീൻസ് ഒരു 60-65 വർഷത്തെ കാലഘട്ടം കൊണ്ട് അവർ നേടിയ വളർച്ച നമ്മളെ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേരളീയ മനസ്സിന് അല്ലെങ്കിൽ കേരളീയരുടെ അല്ല എന്നുണ്ടെങ്കിൽ ഈ സമരം ഒരു ആയുധമായിട്ട് തന്നെ മുമ്പിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ മലയാളികൾക്ക് ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. ഒപ്പം ഫാദർ ജോൺസൺ പാലപ്പള്ളി, പ്രത്യേകിച്ച് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതൃത്വം അത് ഇക്കാര്യത്തിൽ പലരും ഒറ്റക്കെട്ടാണ്. അത് ഇടതെന്നോ വലതെന്നോ വ്യത്യാസമില്ലാതെ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു പ്രിയ സഹോദരി സൗമ്യ മരണപ്പെട്ടപ്പോൾ ആ സൗമ്യയുടെ മരണത്തിലെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഹമാസ് തീവ്രവാദികൾ എന്ന് എഴുതിയ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അത് നിമിഷങ്ങൾക്കകം തിരുത്തേണ്ട ഒരു സാഹചര്യം. ഇവർ എന്തുകൊണ്ടാണ് ഈ ഹമാസ് തീവ്രവാദികളെ ഭയക്കുന്നത്? അതോ ഈ ഹമാസ് തീവ്രവാദികൾക്ക് ഇത്രത്തോളം ഈ കേരളത്തിലെ പൊളിറ്റിക്സിൽ വളരെയധികം സ്വാധീനമുണ്ടോ? നമുക്കറിയാം രാഷ്ട്രീയക്കാരുടെ ഒരു ഭാവി എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ഈ ഹമാസ് അങ്ങ് പാലസ്തീനിൽ കിടക്കുന്നു, പക്ഷേ ഈ ഹമാസിന്റെ ചെയ്തികളെ അപലപിക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഭീരുത്വം കാണിക്കുന്നതിന്റെ ഒരർത്ഥം ഈ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം അല്ലെങ്കിൽ തീവ്രവാദ ആശയം കേരള സമൂഹത്തിൽ അതിശക്തമായി വേര് പാകി കഴിഞ്ഞു എന്നതിന്റെ ഒരു സൂചനയല്ലേ ഫാദർ ജോൺസൺ പാലപ്പള്ളി? തീർച്ചയായിട്ടും പശ്ചിമേഷ്യയില് ഇസ്രായേലും പലസ്തീനും അല്ലെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇനി കേരളത്തിൽ യുദ്ധം നടക്കുന്നത് ഈ ഹമാസിനെ വെള്ളപൂശാനായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും മത്സരിക്കുകയാണ്. നമുക്ക് അതിന്റെ കാരണം വളരെ വ്യക്തമാണ്. യഹൂദരുടെ എണ്ണം ഒരു കൺസിഡറബിൾ എമൗണ്ട് കേരളത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ വോട്ട് ബാങ്കിൽ ഒരു നിശ്ചിത ശതമാനം യഹൂദർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഹമാസിനെ വെള്ളപൂശാനായിട്ട് അല്ലെങ്കിൽ പലസ്തീനെ വെള്ളപൂശാനായിട്ട് ഒരു കാരണവശാലും മത്സരിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ഭരണത്തുടർച്ച കിട്ടുവാനായിട്ടും ഭരണം തിരിച്ചു പിടിക്കുവാനായിട്ടും ആരെയൊക്കെയാണ് പ്രതിപ്പെടുത്തേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെള്ളപൂശൽ കർമ്മങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇന്ന് തന്നെ ഹമാസിന്റെ ഒരു കമാൻഡർ പറഞ്ഞ കാര്യം നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിട്ടുള്ള കാര്യമാണ്. ഇസ്രായേൽ മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം, ലോകം മുഴുവൻ പിടിച്ചടക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വളരെ വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കി. അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേലിനുള്ള ഐക്യമായിട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരു സഹോദര രാജ്യമാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്ത്യക്ക് ആയുധങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ 3ാമത്തെ രാജ്യമാണ് ഇസ്രായേൽ എന്ന് നമുക്കറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു കൊട്ടേഷൻ, അതായത് ഇന്ത്യ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ആ രാജ്യം ഇസ്രായേലിനോട് കൂടി യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറാകുക എന്ന തരത്തിലുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഏതാനും രാഷ്ട്രീയ പാർട്ടികൾ, സംഘടിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ രാജ്യങ്ങൾക്ക് തന്നെ എതിരായി നിന്നുകൊണ്ട് ഹമാസിനെ അല്ലെങ്കിൽ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജിക്കാനല്ലാതെ എന്താണ് സമയം. അതായത് 4 വോട്ടിന് വേണ്ടിയിട്ട് എന്തും ലോകം ഏറ്റവും വലിയ ഭീകരന്മാരുടെ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്ന ഹമാസിനെ പോലും പിന്തുണയ്ക്കുവാനായിട്ടും അവരെ സ്വാഗതം ചെയ്യുവാനായിട്ടും ഞങ്ങൾ സന്മനസ്സുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വോട്ട് മാത്രം മതി എന്ന് പറയുവാനായിട്ട് അവർ സന്നദ്ധത കാണിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യം തന്നെ വലിയൊരു അപകടാവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു ഞെട്ടലോടെ നാം തിരിച്ചറിയേണ്ടതാണ്. നാളെ ഇപ്പൊ നമ്മുടെ ഈ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേൽ മാത്രമല്ല ഞടുങ്ങിയത് നമ്മൾ തിരിച്ചറിയുക. കാരണം ഇസ്രായേലിന്റെ മേൽ ഒരു ഇരുമ്പിന്റെ കുട ഇസ്രായേലിനുണ്ട് എന്ന് നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിച്ചിട്ടുണ്ട്. ആ കുടയെ ഭേദിക്കുവാനായിട്ട് മിസൈലുകൾക്കൊന്നും കഴിയില്ല, അയൺഡോമിനെ ഭേദിക്കാനായിട്ട് മിസൈലുകൾക്കൊന്നും കഴിയില്ല എന്ന് ലോകം മുഴുവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇസ്രായേലിന്റെ മണ്ണില് സിവിലിയൻസിന്റെ സോഫ്റ്റ് ടാർഗറ്റ്സിന്റെ മിസൈലുകൾ പറന്നിറങ്ങിയപ്പോൾ ഞെട്ടിയത് ഇസ്രായേൽ മാത്രമല്ല, മറിച്ച് ലോകം മുഴുവനുമാണ് ഞെട്ടിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ചാരസംഘടനയുള്ള ശത്രുക്കളിലെ ഓരോ നീക്കങ്ങൾ കൂടി വളരെ സൂക്ഷ്മമായിട്ട് തന്നെ വിവേചിച്ചറിയാനായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ സ്വന്തമായിട്ടുള്ള ഇസ്രായേലിന്റെ മണ്ണിൽ ഇത്ര എളുപ്പത്തിൽ ഇത്രയും അധികം നൂറുകണക്കിന് ശത്രുക്കൾക്ക് ഭീകരർക്ക് നുഴഞ്ഞു കയറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ
ഭീകരവാദം എത്രമാത്രം ശക്തമായിട്ട് നാളെ എന്റെ മണ്ണിലും പറന്നിറങ്ങും എന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള ബോധം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് നമ്മുടെ സമകാലീന കേരളം കാണുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമാണ്. ഇപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ദൂരം അത്ര ചെറുതല്ല, കുറഞ്ഞു വരികയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഓക്കെ, അതിന്റെ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം ഫാദർ ജോൺസൺ പാലപ്പള്ളി. പ്രത്യേകിച്ച് ഈ ഹമാസ് ഭീകരർ കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ നമുക്കറിയാം. സ്ത്രീകളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു, മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണിക്കുന്നു, മൃതദേഹത്തിന്മേൽ തുപ്പുന്നു, അതിന്റെ മേൽ അതിക്രമം കാണിക്കുന്നു, കുട്ടികളെ തലയർത്ത് കൊല്ലുന്ന വാർത്തകൾ പുറത്തുവരുന്നു, മനുഷ്യരെ, പാവപ്പെട്ട ഇസ്രായേലിയരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. അത്തരം ഭീകര പ്രവൃത്തികൾ ചെയ്തവരെ അപലപിക്കുവാൻ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുവാൻ ഇവിടെയുള്ളവർ തയ്യാറാകുന്നില്ല. മറുസൈഡിൽ അവരെ ന്യായീകരിക്കുവാനുള്ള ശ്രമങ്ങൾ ശക്തി പ്രാപിക്കുന്നു. ഒരു തരത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഈ കൂട്ടരുടെ ഐഡിയോളജി ഉള്ളവർ കേരളത്തിൽ ഭാവിയിൽ ഇത്തരം ക്രൂര കൃത്യങ്ങൾ ഈ കേരളത്തിൽ അവർ നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ഇത്തരത്തിൽ ഒരു നിശബ്ദത പാലിക്കുക അല്ലെങ്കിൽ ആ ക്രൂര ചെയ്തികളെ പോലും ന്യായീകരിക്കാൻ ഉള്ള ഒരു വലിയൊരു സാധ്യതയും നാം മുന്നിൽ കാണേണ്ടതല്ലേ ഫാദർ ജോൺസൺ പാലപ്പള്ളി? തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഹമാസ് എന്താണ് എന്ന് പോലും അറിയത്തില്ല എന്നുള്ളതാണ്. ഹമാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സേനയല്ല, പാലസ്തീന്റെ ഔദ്യോഗിക ഒരു സൈനിക വിഭാഗം അല്ല ഈ ഹമാസ് എന്ന് പറയുന്നത്. ഹമാസ് എന്ന് പറയുന്നത് ഭീകരരുടെ ഒരു കൂട്ടമാണ്. ഏകദേശം 30,000-ഓളം വരുന്ന ഭീകരരുടെ ഒരു കൂട്ടായ്മയാണ്. അതിന് ഔദ്യോഗിക സ്വഭാവം യാതൊന്നുമില്ല. അത് തന്നെയാണ് അരുൺ നമ്മുടെ അദ്ദേഹത്തിന്റെ സംസാരിച്ചപ്പോഴും പറഞ്ഞത്. ഒരു യുദ്ധ മുന്നണിയിൽ യുദ്ധമുഖത്ത് പാലിക്കപ്പെടേണ്ട യാതൊരുവിധ സാമാന്യ മര്യാദ അല്ലെങ്കിൽ UN ഒക്കെ നിഷ്കർഷിച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ സാമാന്യ മര്യാദകൾ ഒന്നും അവർക്കില്ല. അവർക്ക് നീതിയില്ല, അവർക്ക് നിയമാവലിയില്ല, അവർക്ക് യാതൊരു സാമാന്യ മര്യാദകളൊന്നുമില്ല. ഒരു മുമ്പിൽ നിൽക്കുന്ന ആരാണ് എന്ന് പോലും അറിയാം. അത് സ്ത്രീകളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, അവരെ തങ്ങളുടെ ലക്ഷ്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് തോക്കുമുനയിൽ നിർത്തുക അല്ലെങ്കിൽ വ്യവസ്ഥരാക്കുക, അപമാനിക്കുക എന്ന് തുടങ്ങി യാതൊരു സാമാന്യ മര്യാദകളും അതുപോലെ തന്നെ യാതൊരു മിലിറ്ററി ഡിസിപ്ലിനും പാലിക്കാത്ത ഒരു കൂട്ടം, ഞാൻ ആ വാക്ക് ഒരുപക്ഷെ തമ്മാടിക്കൂട്ടം എന്ന് പറഞ്ഞാൽ തന്നെ കടന്നുപോയെങ്കിൽ തന്നെ അതും അവരുടെ സ്വഭാവം കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ നമ്മുടെ ഹമാസിനെ ഒരു ഔദ്യോഗിക യുദ്ധ പോരാളികളായിട്ട് തന്നെ ചിത്രീകരിക്കുവാനായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊരു ഞെട്ടലോടെ തിരിച്ചറിയും. എന്ന് പറയുമ്പോൾ ഹമാസ് ഇവിടെ മുമ്പോട്ട് വെക്കുന്ന അവരുടെ ഐഡിയോളജികളെ മുഴുവനും അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് മുഴുവൻ ഭീകര പ്രവർത്തനങ്ങളെയും ഭീകരവാദികളെയും ഭീകര സങ്കേതങ്ങളെയും ഒക്കെ അംഗീകരിക്കുക, സ്വീകരിക്കുക, അടിവരയിട്ട് സ്വീകരിക്കുക എന്നുള്ളൊരർത്ഥം കൂടെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ വെക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഓക്കെ, വളരെ വ്യക്തമായിട്ട് തന്നെ അങ്ങ് അവതരിപ്പിച്ചു. ശ്രീ ജോസ് തളയത്ത്, അങ്ങ് ഒരു മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് മാധ്യമ പ്രവർത്തന മേഖലയിൽ അങ്ങേക്കുണ്ട്. നേരത്തെ അച്ഛൻ യൂസ് ചെയ്ത ഒരു വാക്ക്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. ആ ഒരു വാക്ക് തന്നെയാണ് ഞാൻ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പാലസ്തീൻ വിഷയത്തിൽ വർഷങ്ങളായി ഒരു ഏകപക്ഷീയമായിട്ടുള്ള പല റിപ്പോർട്ടിങ്ങുകളും നടത്തുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ? അത്തരം റിപ്പോർട്ടിങ്ങുകൾ അതിലൂടെ പലരും, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇസ്രായേൽ ഈ ഹമാസ് സംഘർഷം ആരംഭിച്ച ഈ നാളുകളിൽ പോലും വളരെ ഏകപക്ഷീയമായിട്ടുള്ള തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പല റിപ്പോർട്ടിങ്ങുകളും പല മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഒരു പ്രമുഖ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ ഹമാസ് തീവ്രവാദികൾ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അവർ പറയുന്നു, ഞങ്ങളെ പേടിക്കേണ്ട, മനുഷ്യത്വമുള്ളവരാണ്. ഈ മനുഷ്യത്വമുള്ളവർ എന്ന് അവകാശപ്പെടുന്നവർ പിന്നീട് കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ ലോകം കണ്ടതാണ്. പക്ഷേ അത്തരം ക്രൂരതകളുടെ യഥാർത്ഥ ഒരു ചിത്രം അത് കൃത്യമായി തന്നെ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാൻ ചില മാധ്യമങ്ങളെങ്കിലും ബോധപൂർവം തന്നെ പരാജയപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അവർ ഈ ഒരു വിഷയത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്നത്? ശ്രീ ജോസ് തളിത്ത്. ഈ വിഷയത്തില് ജോൺസൺ അച്ഛൻ പറഞ്ഞു കൊടുത്തെന്ന് ഞാൻ തുടങ്ങുകയാണ്. ഇതിപ്പോൾ മാത്രം കാണുന്ന ഒരു സംഭവമല്ല. ഇപ്പൊ ഹമാസിന്റെ ആക്രമണം വന്നപ്പോ നമ്മുടെ മാധ്യമങ്ങള് ഉപയോഗിച്ച വാക്കുകളും പ്രയോഗിച്ച പദങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ ഹമാസ് ചെയ്തതെല്ലാം സത്യവും നീതിയും ആണ്. ഇസ്രായേൽക്കാർ ചെയ്ത മുഴുവൻ തെറ്റും തെമ്മാടിത്തരവുമാണെന്നാണ്. എന്താണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ മാത്രം സംഭവിച്ചതല്ല എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ ചരിത്രം അതാണ്. ഈ സമീപകാലത്തുണ്ടായ 2011 തൊട്ടുണ്ടായിട്ടുള്ള ഇസ്ലാമിക സ്റ്റേറ്റിന്റെ തീവ്രവാദികളുടെ ആക്രമണ കാലത്ത് പോലും ഈ റിപ്പോർട്ടിങ്ങിലും രാഷ്ട്രീയ വിശകലനങ്ങളിലും എല്ലാം തെളിഞ്ഞു നിന്നിരുന്നത്
അവരുടെ വാക്കുകൾ, അവരുടെ ചെയ്തികളെ തമസ്കരിച്ചുകൊണ്ട് അവരെ വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, ലിബിയയിൽ 2015 21 ക്രൈസ്തവരെ കഴുത്തറുത്ത് ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നപ്പോൾ നമ്മുടെ മുഖ്യധാരാ പത്രങ്ങൾ കൊടുത്ത വാർത്ത അത് ചെറിയൊരു വാർത്തയായിരുന്നു. പിറ്റേന്ന് ഈജിപ്ത് ലിബിയയിലെ തീവ്രവാദി സങ്കേതങ്ങളിൽ ബോംബ് ചെയ്തപ്പോൾ കുറെ പേര് മരിച്ചു, തീവ്രവാദികൾ മരിച്ചു. അതായിരുന്നു പിന്നത്തെ പത്രത്തിലെ 1-ാം പേജിലെ ഗംഭീര വാർത്ത. ഈജിപ്ത് ബോംബാക്രമണം നടത്തി. ഇതിന്റെ ഏറ്റവും രക്ത ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺസൺ അച്ഛൻ പറഞ്ഞു തന്നെ വോട്ട് ബാങ്ക് തന്നെയാണ്. യാതൊരു സംശയവുമില്ല. ഇവിടത്തെ പുരോഗമനവാദികളായിട്ടുള്ള ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഒക്കെ ഏത് വിഷയം വന്നാലും അളന്ന് തൂക്കിയാണ് പത്രത്തിൽ കൊടുക്കുന്നതും പ്രസ്താവന ഇറക്കുന്നതും. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ, ഹയ്യ സോഫിയ ടർക്കിയിലെ മുസ്ലിം ഭരണകൂടം പിടിച്ചടക്കി മോസ്കാക്കി മാറ്റിയപ്പോൾ എന്താ ഉണ്ടായത്? ഇവിടെ ആരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് അത് ന്യായമാണ്, ഒരുപാടെണ്ണം അങ്ങനെയൊക്കെ എടുത്ത് പോയിട്ടുണ്ടല്ലോ, ക്രൈസ്തവർക്ക് ഇതിനത്ര വിഷമിക്കാനുള്ള എന്നൊക്കെ മറ്റിലാണ് സംസാരം ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഇടതുപക്ഷത്തിനായാലും UDF-നായാലും ഇവിടെ ആവശ്യം വോട്ടാണ്. വോട്ട് എവിടെ കിട്ടും എവിടെ കിട്ടില്ല എന്ന് തരം തിരിച്ച് അളന്നു തൂക്കി നോക്കിയിട്ടാണ് എല്ലാ പ്രസ്താവനകളും വാർത്തകളും വരുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ നമ്മൾ പറയുന്നത്, ഹമാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവര് ഭയങ്കരമായിട്ടുള്ള മനുഷ്യാവകാശ ധ്വംസകരായി മാറി. പക്ഷെ നമ്മളൊന്ന് ഓർക്കേണ്ട കാര്യം, 1948 ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം വന്നപ്പോ ഉണ്ടായ ധാരണ എന്താണ്? ഇസ്രായേൽക്കാർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു കൊച്ചു രാജ്യം, അതുപോലെ തന്നെ പലസ്തീൻ എന്ന ഒരു കൊച്ചു രാജ്യം, ഇത് രണ്ടും അംഗീകരിച്ചുകൊണ്ടായിരുന്നു ഇവിടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു ധാരണ ഉണ്ടായത്. പക്ഷെ ഇത് അംഗീകരിക്കാൻ ഇവർ കൂട്ടാക്കിയില്ല. ജോൺസൺ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാ മുസ്ലിംസും ഇതിനെതിരാണെന്നല്ല പറയുന്നത്. ഹമാസ് എന്ന് പറയുന്നത് ശുദ്ധമായ തീവ്രവാദികളുടെ ഒരു സായുധ സേനയാണ്. അവർ പറയുന്നത് ഇസ്രായേൽക്കാർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല, അവരെവിടേക്കും പോയിക്കോട്ടെ, ഞങ്ങൾ ഈ ലോകത്തിൽ ഇവർ വെച്ചേക്കില്ല. ഇതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ പ്രകടനമായിരുന്നു ഇപ്പൊ നമ്മുടെ ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണം. അവർ കൊന്നൊടുക്കിയതിന്റെ കഥകൾ കേട്ടാൽ നമ്മൾ ഞെട്ടും. സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്നവരെയും യാത്രക്കാരെയും കൊന്നൊടുക്കിയതിന്റെ ഭീകരമായിട്ടുള്ള കഥകളാണ്. അപ്പോ അതിന്റെ പിന്നാലെ സ്വാഭാവികമായ പ്രതികരണമായിട്ട് ഇസ്രായേൽ കടന്ന് ആക്രമിച്ച് അവിടെ ഈ ആക്രമണം നടത്തി അതിൽ മരിച്ചിട്ടുള്ള ആളുകൾ. നമ്മൾ ഒരിക്കലും യുദ്ധത്തെയോ ആക്രമണങ്ങളെയോ രക്തച്ചൊരിച്ചിലിനെയോ ന്യായീകരിക്കുകയല്ല. പക്ഷെ അവരത് ചെയ്തപ്പോ അവര് മാത്രം പ്രതിക്കൂട്ടിലായി. ഇവിടെയാണ് വിവേചനം നടക്കുന്നത്. അപ്പൊ അവിടെ ജോർജ് ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പുതിയ കാര്യമില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ തരത്തിലാണ് അവരുടെ നടപടികൾ. ഇപ്പൊ നമുക്കറിയാം, മതേതരത്വത്തിന്റെ ആളുകള്, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന പറയുന്ന ആളുകളൊക്കെ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുരോഗമനവും അതുപോലെ തന്നെ മനുഷ്യാവകാശ ധ്വംസന ലോകത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചാടി വീഴുന്ന ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട പ്രമാണിമാരൊക്കെ ഇപ്പോ ഈ ഹമാസിനെ വേണ്ടി കണ്ണീരൊഴുക്കുകയാണ്. പക്ഷേ ശ്രീ ജോസ് തളിയത്ത്, അവരുടെ ഈ കണ്ണീര് ഈ അർമേനിയ വിഷയത്തില് കാണുന്നില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പോലും ആയിരക്കണക്കിന് ക്രൈസ്തവർ നഗരനോ കരാബാക്ക് പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷയത്തിൽ അവരുടെ കണ്ണീര് കാണുന്നില്ല. ഈ നൈജീരിയയില് ക്രൈസ്തവർ കഴുത്തിറക്കപ്പെടുമ്പോൾ അവരുടെ കണ്ണീര് കാണുന്നില്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ സിറിയയിലും മറ്റ് പ്രദേശങ്ങളിലും ക്രൈസ്തവർക്കെതിരെ അല്ലെങ്കിൽ അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള ഇതര മതസ്ഥർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിലൊന്നും ഇവരുടെ കണ്ണീര് കാണുന്നില്ല. ഇവരുടെ കണ്ണീര് വീഴുന്നത് ചില പ്രത്യേക വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ പ്രത്യേക സമൂഹങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റി എന്ന് ഇവർ ആശങ്കപ്പെടുമ്പോൾ മാത്രമാണ് ഇവരുടെ കണ്ണീരൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീ ജോസ് ജോർജ് വളരെ ശരിയാണ്. ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഉദാഹരണം യുക്രൈൻ യുദ്ധം തന്നെ ആലോചിച്ച് നോക്കുക. റഷ്യയുടെ അനീതിപൂർവമായിട്ടുള്ള ആക്രമണമാണ് യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തിൽ കൂടുതലായി എത്രയോ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും മരിക്കുകയും പരിക്കേൽക്കുകയും കെട്ടിടങ്ങളും വീടുകളും തകർന്ന് തരിപ്പണമാകുകയും ചെയ്തു. ഒരക്ഷരം ഇവരും മിണ്ടിയിട്ടില്ലല്ലോ. റഷ്യയുടെ സൈഡാണ്. കാരണം റഷ്യ നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രമാണിമാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ മിണ്ടാൻ പാടില്ല. പിന്നെ നമ്മുടെ UDF-നോട് ബന്ധപ്പെട്ടുള്ള കോൺഗ്രസ് പാർട്ടി പോലെയുള്ള ചില സെക്കുലർ രാഷ്ട്രീയത്തിന്റെ മൊത്തക്കച്ചവടം ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾ എന്താണ് പറയുന്നത്? മിണ്ടാതിരിക്കുക.
ഒന്നുകിൽ ഒട്ടകപ്പക്ഷിയുടെ നയം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടില് മിണ്ടാതിരിക്കുക. ഇതാണ് സിറിയയിൽ ഇപ്പോ നഗോർണോ ഈ പ്രദേശത്ത് നടക്കുന്നത്. 1,20,000 ക്രൈസ്തവരെയാണ് അസർബൈജാൻ എന്ന മുസ്ലിം രാഷ്ട്രം ആട്ടിപ്പായച്ചിരിക്കുന്നത്. ഒരിടത്തേക്ക് പോകാൻ സ്ഥലമില്ലാതെ അവർ അർമേനിയയുടെ ഭാഗത്തേക്ക് കുടിയേറാൻ ശ്രമിക്കുകയാണ്. എത്രയോ പേർ അവിടെ മരിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യധാരാ പത്രങ്ങളോ മാധ്യമങ്ങൾ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഈ ഹമാസിന്റെ ഇസ്രായേലിന്റെ യുദ്ധം തന്നെ നോക്കുക. സത്യത്തിൽ വാർത്ത അറിയണമെങ്കിൽ വിദേശ പത്രങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ വിദേശ ഏജൻസികൾ തരുന്ന വാർത്തകൾ നമ്മുടെ പത്രങ്ങളിൽ, ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്നാൽ വായിച്ചാലേ നമുക്ക് സത്യം മനസ്സിലാവുള്ളൂ. മലയാള പത്രങ്ങള്, ചാനലുകള് ഈ നമ്മൾ പറയില്ലേ ആഘോഷിക്കുകയാണ്. ഇതൊക്കെ ആഘോഷിക്കുന്നതിന്റെ പ്രധാന തത്വം ഇതാണ്. ഹമാസ് പുണ്യവാന്മാരാണ്, വിശുദ്ധന്മാരാണ്, തെറ്റ് ചെയ്യാത്തവരാണ്, പാവങ്ങൾ എല്ലാവരും കൂടി കഴുത്തിന് പിടിച്ച് ഞെക്കിക്കൊല്ലാൻ പോകണമെന്നാണ്. അപ്പോൾ ഇവിടെ മരിച്ചു വീണ 1200-ലേറെ ഇസ്രായേലിൽ മരിച്ചു വീണ പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും മറ്റുള്ളവരുടെ കാര്യം, അവർക്കും രക്തത്തിന്റെ നിറം ചുവപ്പ് തന്നെയല്ലേ? ഇതാണ് കപടമായിട്ടുള്ള രാഷ്ട്രീയവും കപടമായിട്ടുള്ള മാധ്യമ പ്രവർത്തനവും. വളരെ വ്യക്തമായി തന്നെ അങ്ങ് പറഞ്ഞത്. ശ്രീമതി ഡെയ്സി ആന്റോ, പ്രത്യേകിച്ച് അങ്ങ് ഈ വടക്കൻ ഇസ്രായേൽ പ്രദേശത്ത് നിന്നാണ് സംസാരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്നു, കെയർടേക്കറായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഈ ഒരു പോയിന്റിൽ ഒരു സെക്യൂരിറ്റി റൂമിൽ നിന്നാണ് അങ്ങ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വടക്കൻ ഇസ്രായേൽ ആ ഒരു മേഖലയിലേക്ക് ഹിസ്ബുള്ള ഭീകരരുടെ ആക്രമണങ്ങൾ ഈ ദിവസങ്ങളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ചില നുഴഞ്ഞുകയറ്റങ്ങൾ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഭീകരരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. എത്രത്തോളം ആശങ്കയുണ്ട് ആ ഒരു മേഖലയിൽ? അങ്ങ് ജോലി ചെയ്ത ഈ 12 വർഷത്തെ ഈ ഒരു കാലയളവിൽ ആദ്യമായിട്ടാണോ ഇത്തരത്തിൽ ആശങ്ക നിറഞ്ഞ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യം ഇസ്രായേലിൽ രൂപപ്പെടുന്നത്? ശ്രീമതി ഡെയ്സി. ഞാൻ ഇവിടെ ലബനാൻ ബോർഡറിൽ നിന്ന് 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ തന്നെ ലബനാൻ മലനിരകളൊക്കെ എനിക്ക് കാണാവുന്ന ഒരു സ്ഥിതിയാണ്. ഞാനിവിടെ വന്നിട്ട് 12 കൊല്ലമായി. ഈ 12 കൊല്ലത്തിനിടയിൽ ഇടയ്ക്ക് യുദ്ധങ്ങൾ വന്നിട്ടുണ്ട്, ഇടയ്ക്ക് സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ 1-2 പ്രാവശ്യം സെക്യൂരിറ്റി റൂമിൽ കയറിയിരിക്കേണ്ടി വന്നിട്ടുണ്ട്. 2021 ഒരു യുദ്ധം ഉണ്ടായി. നമ്മുടെ സൗമ്യ, നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക, ഞാനിപ്പോ ഓർക്കുന്നു, ആ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്രമാത്രം ഭയാനകമായ ഒരു അന്തരീക്ഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. 4 വശത്തു നിന്നും ആക്രമിക്കുന്ന പോലെയാണ്. ആക്ച്വലി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോക മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു ചെറിയ ഒരു പൊട്ടിന്റെ ഒരു വലുപ്പം, അല്ലെങ്കിൽ അതിന്റെ പകുതി വലുപ്പം, അത്രയേ ഉള്ളൂ ഈ രാജ്യം. അത് തന്നെയാണ് ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഒരേ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കുന്ന ഇസ്രായേലാണ് ഇത്. ഇവിടെ എല്ലാ രാജ്യങ്ങളുടെ ഒപ്പത്തിനൊപ്പം വികസിതമായിട്ടുള്ള കാഴ്ചകൾ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. റോഡുകളായാലും എല്ലാ തരം ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം, സ്ത്രീകൾക്കുള്ള ഫ്രീഡം, അതിൽ തന്നെ അറബ് സ്ത്രീകളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവരും പണികൾക്ക് വരുന്നവരായിട്ടുള്ള അറബ് സ്ത്രീകൾ എന്നും വരുമ്പോ തന്നെ പറയും, ഞങ്ങൾക്ക് കിട്ടുന്ന ഫ്രീഡം വേറെ ഒരു അറബ് രാജ്യത്ത് പോലും ഞങ്ങൾക്ക് കിട്ടില്ല, അത്ര ഫ്രീഡത്തിലാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്, എന്നിട്ടും എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ എന്നും ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് ഇപ്പോൾ 4 വശത്തു നിന്നും ഹമാസ് അവര് ആ ഭാഗത്തു നിന്ന് അവരുടെ സ്ഥലം കിട്ടാനാന്നുള്ള പേരിൽ പിടിക്കുന്നു. ഇവിടെ ഈ ലെബനോന്റെ ഏത് സ്ഥലം ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടാണ് ഈ ഭീകരവാദികൾ എല്ലാ ദിവസവും, ഇപ്പൊ ഏകദേശം ആ ഒരു സമയമായിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ 4 മണി നേരത്താണ് ഇവിടെ സൈറണുകൾ കൊണ്ട് മുഴങ്ങി ആകെ പ്രശ്നങ്ങളായിരുന്നു. എല്ലാവരും സെക്യൂരിറ്റി റൂമുകളിലായിരുന്നു. മിനിഞ്ഞാന്ന് 4 ഭീകരവാദികൾ ഈ സൈഡിലും 6 പേര് കിരിയാത്ത് ഷ്മോണ ഭാഗത്തും ഇറങ്ങിയിരുന്നു. അത് ഭയങ്കരമായി ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. ഇന്നലെയും അതെ, ഒരു ഡ്രോൺ, എന്താണ് ഏതാണെന്ന് ഉറപ്പില്ലാത്ത കുറച്ച് ഡ്രോൺസ് പോലെയുള്ള വിമാനങ്ങളല്ല, ഡ്രോൺ തന്നെയാണ്, പിന്നീടാണ് അത് കണ്ടുപിടിച്ചത്, അതൊന്നും തന്നെ അല്ലായിരുന്നു, ഭയപ്പെടുത്താൻ ഉള്ള എന്തോ സംഭവമായിരുന്നു എന്നുള്ളത്. ഒരു വൈകിട്ട് 7:30 വരെ സെക്യൂരിറ്റി റൂമിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തുകൊണ്ടാണ് എല്ലാ ഭാഗത്തുനിന്നും ഒരുപോലെ ആക്രമണം അഴിച്ചുവിടുന്നതെന്ന് അറിയില്ല. നമ്മുടെ കേരളത്തിലുള്ള അവര് പറയുന്നത് അവരുടെ സ്ഥലം പിടിച്ചെടുത്തു, അതിനാണ് അവര് പോരാളികളാണ് എന്ന്. പക്ഷെ സിറിയയില് ഐസിസ് നടത്തിയ ആക്രമണ കാലത്ത് ഉണ്ടായിരുന്ന പോലത്തെ സ്ലോട്ടറിംഗ് ആണ് നടക്കുന്നത്. പട്ടാളക്കാരുടെ തലകൾ അറുത്തുമാറ്റിയിട്ടാണ് ചിത്രങ്ങൾ നമ്മൾ കാണുന്നത്. അതുപോലെ ഒന്ന് പിന്നീട് അങ്ങനത്തെ കാഴ്ച അതിനുശേഷം കണ്ടിട്ടില്ല എന്നാണ് വിദേശ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ളവർ എങ്ങനെയാ പറയാന്നറിയില്ല. കുഞ്ഞു മക്കളുടെ തലകൾ അറുത്ത് കളഞ്ഞ് സ്ത്രീകളുടെ ഒരു പട്ടാളക്കാരി കൊന്ന് അവരുടെ നഗ്ന ശരീരത്തിൽ കയറി നിന്ന് നൃത്തം ചവിട്ടിയിട്ട് ദൈവത്തെ വിളിക്കാന്ന് പറഞ്ഞാൽ ഏത് ദൈവമാണ് അതുകൊണ്ട് സന്തോഷിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തൊരു ദൈവമാണിതെന്ന് മനസ്സിലാവുന്നില്ല.
അത്തരത്തിലുള്ള അവസ്ഥകൾ ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യം പറഞ്ഞാല് ഇതിനു മുമ്പ് യുദ്ധമുണ്ട്, മിസൈൽ വരുന്നുണ്ട്, അതിനെ അയൺ ഡോം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ, ആളുകൾ നുഴഞ്ഞു കയറിയിട്ട് അക്രമങ്ങൾ അഴിച്ചുവിടുക, തെരുവുകളിൽ കാണുന്ന എല്ലാ സിവിലിയൻസിനെയും കൊല്ലുക, വെടിവെക്കുക, കാണുന്നിടത്ത് വെച്ച് ഷൂട്ട് ചെയ്യുക, എല്ലാം ഇപ്പോഴാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം. എന്നിരുന്നാലും ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന മലയാളികള് ഇസ്രായേലിന്റെ സർക്കാരിലും സൈനിക IDF-ലും എല്ലാം ഞങ്ങൾ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരും ഇപ്പൊ ഓടി നാട്ടിലേക്ക് പോകണോ എന്നുള്ള ഒരു അവസ്ഥയിൽ ആരും ചിന്തിക്കാത്തത്. ഞങ്ങൾക്ക് ഇസ്രായേൽ സർക്കാരിൽ അത്ര വിശ്വാസമുണ്ട്, IDF-ലും വിശ്വാസമുണ്ട്. അവരുടെ ഓരോ പൗരനും കൊടുക്കുന്ന അതേ സെക്യൂരിറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. അവരിൽ ആരെങ്കിലും ഒരു സെക്യൂരിറ്റി റൂമിലേക്ക് കയറുന്നതിന് മുൻപ് ഞങ്ങളെ അവിടേക്ക് ആക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, മെന്റൽ സപ്പോർട്ടിന് വേണ്ടി ദിവസവും സൂം മീറ്റിംഗ്സ് വരെ അവർ ചെയ്യുന്നുണ്ട്. മെന്റൽ സപ്പോർട്ടിന് നിങ്ങൾക്ക് ഇങ്ങനെ ഇന്ന സൂം മീറ്റിൽ കയറി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അവർ പല ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലെല്ലാം നമ്മുടെ അംഗങ്ങളാണ്. അപ്പോഴപ്പോ കാര്യങ്ങൾ അറിയാം. അതിൽ നിന്ന് അവർ നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. കൂടാതെ ഇതിനുള്ളിലുള്ളവരെല്ലാം നമ്മളെ വിളിച്ചന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ എന്താ വേണ്ടത്, എല്ലാം അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മലയാളികൾ ആരും തന്നെ ഇസ്രായേലിന് ഒരിക്കലും ഞങ്ങളോട് മോശമായി വരും. ഇപ്പൊ ഇറാഖിലും ലിബിയയിലൊക്കെ യുദ്ധങ്ങൾ വന്നപ്പം ഒരുപാട് പേരെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. ആ ഒരു അവസ്ഥയൊന്നും ഇപ്പൊ നിലവില് ഈ നിമിഷം ഇല്ല. ഓരോ മിനിറ്റും ഇസ്രായേലിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഓരോ മിനിറ്റിലും എന്തും മാറി മറിയാം. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. കുഞ്ഞുങ്ങളെ തേടുന്ന അമ്മമാരും കാണാതെ പോയവരെ തേടുന്നവരും ബന്ദികളാക്കപ്പെട്ടവരും ഈ നിമിഷവും ഉണ്ട്. അടുത്ത നിമിഷം അല്ലെങ്കിൽ ഇനി അടുത്ത അരമണിക്കൂറിൽ എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഈ നിമിഷം ഞങ്ങള് മലയാളികളെല്ലാം തന്നെ വളരെ സൗത്തില് ടെല്ലവീവ് ഭാഗത്തുള്ള കുറച്ചു പേര് ബങ്കറുകളിൽ കഴിയുന്നൊഴിച്ചാൽ മറ്റുള്ള ആരും തന്നെ ഒരു ഭീതിയുണ്ട് എന്നതൊഴിച്ചാലും സുരക്ഷിതരാണ് എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. ശ്രീമതി ഡെയ്സി, പ്രത്യേകിച്ച് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, ഈ ലോക മാപ്പ് എടുത്തു നോക്കുമ്പോൾ ഒരു പൊട്ടിന്റെ വലിപ്പമുള്ളൂ ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്നത്. ഈ അറബ് ഏരിയ നമുക്കറിയാം 99.6% മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ, 0.4% മാത്രം വിസ്തൃതിയുള്ള ഒരു കൊച്ചു രാജ്യം. ഈ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അച്ഛൻ കുറെയൊക്കെ സൂചിപ്പിച്ചു, വളരെയധികം പ്രതിസന്ധികളുടെ ഒക്കെ ഒരു ചരിത്രത്തിലൂടെയാണ് ഈ ഇസ്രായേലി ജനത കടന്നു പോയിട്ടുള്ളത്. മാത്രമല്ല, ലോകത്തിന് വളരെയധികം സംവിധാനങ്ങൾ അല്ലെങ്കിൽ വളരെയധികം കണ്ടുപിടുത്തങ്ങൾ ഈ രാജ്യം പ്രദാനം ചെയ്തിട്ടുണ്ട്. അവർക്ക് ആ രാജ്യം കിട്ടുമ്പോൾ ഒരു തരിശു ഭൂമിയായിരുന്നു. അവരുടെ അധ്വാനത്തിലൂടെ ഇപ്പോൾ ആ ഒരു രാജ്യത്തെ വളർത്തിയെടുക്കുവാൻ അവർക്ക് സാധിച്ചു. പക്ഷേ എന്നിട്ടും എന്തിനാണ് ഈ ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ഇസ്രായേലിനോട് ഇത്രമാത്രം ഒരു ശത്രുത, ഒരു പക? നേരത്തെ അങ്ങ് ഈ ക്രൂരതയുടെ ചില ചിത്രങ്ങൾ അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. സ്ത്രീകളുടെ നഗ്നമായ മൃത ശരീരത്തിന് മുകളിൽ നൃത്തം ചവിട്ടുന്ന ഒരു അവസ്ഥ. ഇത്രത്തോളം ഒരു പക ഈ അയൽ രാജ്യങ്ങൾക്ക് ഇസ്രായേലിനോട് വരാനുള്ള ഒരു കാരണം എന്തായിരിക്കാം ശ്രീമതി ഡെയ്സി? അത് പൗരാണിക കാലം നമുക്കറിയാലോ. അത് ഒരു മതത്തിന് മറ്റൊരു മതത്തിനോടുള്ള വിദ്വേഷം. ഈ മതത്തിലുള്ളവരെ മുഴുവൻ കൊന്നൊടുക്കണം എന്നുള്ള അവരുടെ ആ വിശ്വാസം തന്നെയാണ് അതിന്റെ പിറകില്. മറ്റൊന്നും തന്നെയല്ല. വർഗീയത, മതവിദ്വേഷം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൽ പലസ്തീനിലെ കുറച്ച് സ്ഥലം ഇസ്രായേലിന് UN 38% സ്ഥലം പലസ്തീന് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അന്ന് അവർക്ക് ഇത് വേണ്ടായിരുന്നു. അങ്ങനെ അന്ന് 38% സ്ഥലത്തിന് അന്ന് അതിന് അഗ്രിമെന്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം അടക്കം ഇന്ന് പലസ്തീനിൽ ഇരുന്നാനെ. പക്ഷെ എന്താ കാര്യം, നമുക്ക് ഇസ്രായേലിൽ നിന്ന് പലസ്തീനിലേക്ക്, ബെത്ലഹേമിലേക്ക് പോകാൻ കടക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ ഡിഫറൻസ്. വൃത്തിയുടെ കാര്യത്തിലായാലും ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലായാലും റോഡിന്റെ കാര്യത്തിലായാലും ഇസ്രായേൽ നിൽക്കുന്ന ആ വികസിതമായ രീതിയിൽ നിന്ന് തുലോം താഴെയാണ് പലസ്തീന്റെ അവസ്ഥ ഉള്ളത്. അപ്പൊ അന്ന് അവർക്ക് ആ 38% വേണ്ട, ഇന്ന് അവർക്ക് 22% വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ഇതെല്ലാം വർഗീയതയുടെയും ആ മതവിദ്വേഷവും മതവെറി മാത്രമാണെന്ന് എടുത്തു പറയാതെ വയ്യ. മറ്റൊന്നും തന്നെ ഇതിന് പുറകിലുണ്ടെന്ന് തോന്നുന്നില്ല. പലസ്തീനിലുള്ള പാവങ്ങളും സാധാരണക്കാരെല്ലാം സമാധാനത്തിലാണ് ജീവിക്കുന്നത്. നേരത്തെ അരുൺ പറയുന്ന പോലെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് പലസ്തീനികളുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുണ്ട് നേരിട്ട്. പലസ്തീനിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരാളോട് എനിക്ക് സംസാരിക്കാൻ ഇട കിട്ടിയിട്ടുണ്ട്. അയാൾ വളരെ ഹാപ്പിയാണ് ഇസ്രായേലിൽ ജോലി ചെയ്യുമ്പോൾ. അയാൾ പറയുന്നത് ഇവിടെ കിട്ടുന്ന വേതനം, ഇവിടുത്തെ ബേസിക് സാലറി എന്താണോ, ഇവിടുത്തെ ഒരു സാധാരണ കൂലിപ്പണിക്കാരനോ അല്ലെങ്കിൽ ഫാമുകളില് അല്ലെങ്കിൽ ഗാർഡനിങ് ഇങ്ങനെയൊക്കെ പണികൾ ചെയ്താണ് കൂടുതലും പോകുന്നത്. ആ ചെയ്യുന്നവർക്ക് ഇവിടുത്തെ പൗരന് കിട്ടുന്ന അതേ ബേസിക് സാലറി അയാൾക്കും കിട്ടുന്നുണ്ട്. അയാൾ ഹാപ്പിയാണ്. അവിടേക്ക് വൈദ്യുതി, വെളിച്ചം, ചികിത്സാ സൗകര്യങ്ങള്, അവിടെ ഹാർട്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് വന്ന കുട്ടികൾക്കോ ആർക്കായാലും സർജറി ചെയ്യാൻ സൗകര്യം ബോർഡർ കടത്തി ഇവിടെ കൊണ്ടുവന്ന് സർജറി ചെയ്തിട്ടാണ് അവരെ വിടുന്നത്. എത്രയോ സംഭവങ്ങളുണ്ട് നമുക്കറിയാവുന്നത്. ഇതൊന്നും പുറം ലോകം അറിയുന്നില്ല.
പുറം ലോകം അറിയുന്നത് ഇസ്രായേൽ ക്രൂരയാണ്, ഇസ്രായേലിലുള്ളവർ മുഴുവനും കൊല്ലാൻ നടക്കുകയാണ്, ഇസ്രായേൽ ആയുധം സൂക്ഷിച്ചു വെച്ച് എപ്പോഴും മിസൈൽ അയക്കുകയാണ്. ഇങ്ങോട്ട് ചെറുതായിട്ടല്ല, ഈ ശനിയാഴ്ച രാവിലത്തെ കാര്യം അറിയാം, ഒരു നേച്ചർ പാർട്ടി ആയിരുന്നു, സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു പാർട്ടിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്, സമാധാനത്തിന് വേണ്ടിയിട്ട്. അതിലെല്ലാ രാജ്യക്കാരും ഉണ്ടായിരുന്നു. അവിടേക്കാണ് അവർ ഇടിച്ചു കയറിയത്, എത്രയോ പേരെ ബന്ദികളാക്കി. ഇപ്പോഴും 100 പേരിലധികം എന്ന് ഹമാസ് വാദിക്കുന്നു. നമുക്ക് കൃത്യമായിട്ട് കണക്കറിയില്ല. ഇപ്പോഴും അവരുടെ കയ്യിൽ ബന്ദികളാണ്. അവരുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, അവരവിടെ എങ്ങനെയായിരിക്കും കഴിയുന്നത് എന്ന്. ആ ഒരു പാർട്ടിയിലേക്ക് ഇടിച്ചു കയറി പെട്ടെന്ന് ഒരു സമയത്ത് ചെന്ന് കയറി എല്ലാവരെയും പല വഴിക്ക് ചിതറിച്ച് കളഞ്ഞു. കുറെ പേരെ സ്പോട്ടിൽ കൊന്നു കളഞ്ഞു, കുറെ പേരെ പിടിച്ചുകൊണ്ട് പോയി. അതിൽ 84-85 വയസ്സുള്ള സ്ത്രീകളുണ്ടായിരുന്നു, 5 വയസ്സിനും 4 വയസ്സിനും താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. മതം തലയ്ക്ക് പിടിച്ചവരല്ലാതെ വേറെ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക? ഓക്കെ, വളരെ വൈകാരികമായിട്ടുള്ള ഒരു വാക്കുകളാണ് ശ്രീമതി ഡെയ്സി പങ്കുവച്ചത്. നമ്മുടെ ദയവായി തുടരുക. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശ്രീ അരുൺ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ നടത്തിയ ആ ഒരു ആക്രമണത്തെ ന്യായീകരിക്കുവാൻ അവർ ശ്രമിക്കുന്നത് ഈ 2021 ഈ അലക്സ മോസ്കുമായി ബന്ധപ്പെട്ടുണ്ടായ ചില സംഭവ വികാസങ്ങളാണ്. അതിനോടുള്ള ഒരു പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ഇത് നടത്തുന്നത്. ഒരു വർഷങ്ങളുടെ ഒരുക്കം ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കുറെ കൂടി ഒരു ക്ലാരിറ്റി കിട്ടുവാൻ ഈ 2021 ഈ അലക്സ ഒരു മോസ്കുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ഒരു സംഭവത്തെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് അങ്ങൊന്ന് വിശദമാക്കാം. 2021 അലക്സ മോസ്കിൽ ഇസ്രായേൽ ഉപരോധം വരുത്തി എന്നാരോപിച്ചാണ് അന്ന് ഈ പ്രശ്നം ഉണ്ടായത്. അല്ലെങ്കിൽ ഇസ്രായേൽ അലക്സ മോസ്കിലേക്ക് പ്രവേശനം നിഷേധിച്ചു. യഥാർത്ഥത്തിൽ അന്ന് പ്രവേശനം നിഷേധിക്കുകയല്ല ഉണ്ടായത്, നിരോധിക്കുകയല്ല ഉണ്ടായത്, അത് ലിമിറ്റ് ചെയ്തു. അന്നത്തെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ആളുകളെ ലിമിറ്റ് ചെയ്യാണ് ആക്ച്വലി ഉണ്ടായത്. പക്ഷെ അതൊരു പ്രക്ഷോഭമാക്കി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതൊരു നിരോധനം എന്ന് ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാണിച്ചുകൊണ്ട് മനഃപൂർവ്വം ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിച്ചൊരു സന്ദർഭമായിരുന്നു 2021 ഉണ്ടായിരുന്നത്. ഈ ലിമിറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു ശ്രീ അരുൺ? ഈ ലിമിറ്റ് ചെയ്യാനുള്ള ഒരു കാരണം അല്ല, അന്നത്തെ ഇസ്രായേലിന്റെ രാഷ്ട്രീയ സാഹചര്യം വെച്ചും അവിടെ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ലിമിറ്റ് ചെയ്തതാണ്. അതൊരിക്കലും പ്രവേശനം നിരോധിക്കുകയല്ല ഉണ്ടായത്. നമ്മളൊരു സ്ഥലത്തേക്ക് 10 പേർക്ക് പെർമിഷൻ കൊടുക്കുന്നതിന് പകരം 1 by 1 ചെയ്യുന്നത് പോലെ ലിമിറ്റ് ചെയ്യുന്ന ഉണ്ടായതുകൊണ്ട്. ഓക്കെ, ഒപ്പം തന്നെ ശ്രീ തുടർന്നോളൂ. അതുപോലെ ഇതിനകത്ത് ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് ഇസ്രായേൽ ഫലസ്തീൻ ആയതുകൊണ്ടും തീർച്ചയായിട്ടും ഇത് ഒരു മുസ്ലിം യഹൂദ സംഘർഷം എന്ന് തന്നെയാണ്. അത് പറയാൻ ആരും പലരും മടിക്കുന്നു, അല്ലെങ്കിൽ പറയാൻ നമുക്ക് പബ്ലിക്കായിട്ട് പലതും പറയാനുള്ള മടി കൊണ്ടായിരിക്കും അവർ. പക്ഷെ എന്താണെങ്കിലും ആക്ച്വലി ഞാൻ പറഞ്ഞതാണ് ഇതിനകത്തുള്ള ഫാക്ട്. ഇസ്രായേൽ ഗവൺമെന്റ് മുസ്ലിം ജനതയ്ക്ക് കൊടുക്കുന്ന ചില അവകാശങ്ങൾ, അല്ലെങ്കിൽ അവർക്കുള്ള ഇവിടെയുള്ള ഫ്രീഡം, ചേച്ചി പറഞ്ഞതുപോലെ മെഡിക്കൽ ഹെൽപ്പ് മാത്രമല്ല, ഇസ്രായേലിലെ ഒരു ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, നമുക്ക് കാണാൻ കഴിയും 50-ൽ താഴെ ശതമാനം മാത്രമേ യഹൂദികളുള്ളൂ. 50% മുകളിൽ ഇസ്ലാം വംശജരാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. നഴ്സുമാരായിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, അറ്റൻഡേഴ്സ് ആയിക്കോട്ടെ. ഒരുപക്ഷെ ഡോക്ടർമാരിൽ മാത്രം ശതമാനത്തിൽ കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കാം യഹൂദീസ്. ബാക്കി എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം. കാര്യം ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ ഷീജ ആനന്ദിന്റെ കാര്യത്തിൽ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ നിരന്തരം ഞാൻ പോയി കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. ഇന്നലെയും ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയാണ്. അപ്പോഴും ഞാൻ എന്റെ മനസ്സുകൊണ്ട് വിചാരിച്ചൊരു കാര്യമുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ഇസ്ലാം വംശജരായിട്ടുള്ളവർക്കും കുഴപ്പമില്ല, അവിടെ വർക്ക് ചെയ്യുന്ന യഹൂദീസാർക്കും കുഴപ്പമില്ല, മിങ്കിൾ ചെയ്ത് ജോലി ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല. അല്ലെങ്കിൽ ഫലസ്തീൻ പോലും 53% ആൾക്കാർ, അതായത് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫലസ്തീൻ 53% ആൾക്കാർ മാത്രമേ ഉള്ളൂ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആലോചിക്കുക, മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമുള്ള ഒരു രാജ്യമാണ്. മുസ്ലിം 100% മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല ഫലസ്തീനിൽ ഒരിക്കലും. ക്രിസ്ത്യാനികളും മുസ്ലിം ഇടനിർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. മുസ്ലിങ്ങളാണ് കൂടുതൽ പറഞ്ഞു വരുമ്പോൾ. ആ ഒരു സാഹചര്യത്തിൽ പോലും പണ്ട് ഞാനിപ്പോ ഓർക്കുന്നത് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് എസ്.കെ. പൊറ്റക്കാട് എഴുതി വെച്ചൊരു കാര്യമുണ്ട്, ഞാൻ കണ്ട ലോകത്തിലെ ഏറ്റവും നല്ല ജനങ്ങൾ ഫലസ്തീനികളാണ്. വർഷങ്ങൾക്ക് ശേഷം 2006-ൽ സന്തോഷ് ജോർജ് പുളർന്ന സാർ ഇസ്രായേലിൽ
പലസ്തീനും ഈജിപ്തും ജോർദാനും സന്ദർശിച്ച സമയത്ത് അദ്ദേഹവും പറഞ്ഞ ഒരു വാക്ക് ഇതാണ്: ഞാൻ കണ്ട ഏറ്റവും നല്ല ആളുകൾ പലസ്തീനികളാണ്. ഒരുപക്ഷെ ഞാനും ഓർക്കുന്നു പലത്, എനിക്കും സുഹൃത്തുക്കളുണ്ട് പലസ്തീനികളായിട്ടുള്ള. അവര് നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിക്കോട്ടെ, നമ്മളോട് അവർ ഡീൽ ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, അത് എപ്പോഴും ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഞാൻ ഒരിക്കലും പാടെ തള്ളി പറയില്ല 100% ഫലസ്തീനികളും തീവ്രവാദികളാണെന്നോ, അല്ലെങ്കിൽ ഈ ഫലസ്തീൻ എന്നൊരു രാജ്യത്തിന്റെ ഒരു ഘടന, അല്ലെങ്കിൽ ഒരു ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു സംസ്കാരം, ഇതെല്ലാം കൊണ്ട് പറയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല 100% ഫലസ്തീനികൾ തീവ്രവാദികളാണെന്നോ, തീവ്ര ചിന്താഗതികളുള്ളവരാണെന്നോ, തീവ്ര മത ചിന്താഗതികളുള്ളവരാണെന്നോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബത്ലഹേം ചർച്ച്, ഉണ്ണീശോ ജനിച്ച സിൽവർ സ്റ്റാർ ബത്ലഹേം ചർച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ കൂടുതലുള്ളതും പലസ്തീനികളാണ്. എന്തിനാ ബത്ലഹേം പള്ളിയുടെ, ബത്ലഹേം ദേവാലയത്തിന്റെ കീ ഇരിക്കുന്നത് ഇപ്പോഴും ഒരു മുസ്ലിമിന്റെ കയ്യിലാണ്. ബത്ലഹേം ദേവാലയം ലോക്ക് ചെയ്തതിന്റെ കീ ഇപ്പോഴും കയ്യിൽ വെക്കുന്ന ഒരു മുസ്ലിമാണ്. ബത്ലഹേം ദേവാലയം ഇരിക്കുന്ന ആ മതിൽക്കെട്ടിനകത്ത് ഏതാണ്ട് 3 ലക്ഷത്തോളം മുസ്ലിങ്ങൾ താമസമുണ്ട്. ആ ദാവീദിന്റെ കോട്ട എന്നറിയപ്പെടുന്ന ആ ഒരു പ്രദേശത്ത് ഏകദേശം 3 ലക്ഷത്തോളം മുസ്ലിം ജനത ഉണ്ട്. അപ്പൊ ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല ഇസ്ലാമായിട്ടുള്ള എല്ലാവരും തീവ്രവാദികളാണെന്ന്. പക്ഷെ നമ്മുടെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എല്ലാം പർച്ചേസ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയാണ്. മീഡിയ ആയിക്കോട്ടെ, രാഷ്ട്രീയ സാഹചര്യങ്ങളായിക്കോട്ടെ. അന്ന് തന്നെ നമുക്കറിയാം, ഈ 2001 അക്രമം ഉണ്ടായ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ സാറ് ആദ്യം ഫേസ്ബുക്കിൽ കുറിച്ചു, ഇസ്രായേലിൽ നേഴ്സായി വർക്ക് ചെയ്യുന്ന സൗമ്യ ഹമാസ് തീവ്രവാദികളുടെ മിസൈൽ അറ്റാക്കിൽ മരണപ്പെട്ടു എന്ന് ഉള്ളത് ഡിലീറ്റ് ചെയ്തു. കേരളത്തിന്റെ അന്നത്തെ നമ്മുടെ അന്തരിച്ച ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹവും തിരുത്തി. അത് നമ്മൾ ഓർക്കണം, പറയുമ്പോൾ 2 സൈഡും പറയണല്ലോ. അദ്ദേഹം ആദ്യം പലസ്തീൻ തീവ്രവാദികൾ എന്നുള്ളത് തിരുത്തിയിട്ട്, ഹമാസ് തീവ്രവാദികൾ എന്നുള്ളത് തിരുത്തിയിട്ട് പാലസ്തീനികളുടെ എന്ന് എഴുതി ചേർത്തു. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരളത്തിന്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇതൊക്കെ ഏത് ഫോക്കസിലൂടെയാണ്, ഏത് കാഴ്ചപ്പാടിലൂടെയാണ് ഇവർ നോക്കിക്കാണുന്നത്. ശ്രീ അരുൺ, ഒരു ചോദ്യം കൂടി. ഈ ഇസ്രായേൽ പാലസ്തീൻ ഒരു സംഘർഷം, അല്ലെങ്കിൽ ഹമാസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘർഷം വർഷങ്ങളായിട്ട് തുടരുന്നു. ഈ ഇസ്രായേൽ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ മധ്യപൂർവേഷ്യയുടെ ഒരു പൊളിറ്റിക്സ് കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ 2 കൂട്ടരുടെയും ഭാഗങ്ങൾ നോക്കുമ്പോൾ, ഇസ്രായേലിന്റെ ഭാഗവും ഈ പറയുന്ന ഈ പാലസ്തീന്റെ ഭാഗവും നോക്കുമ്പോൾ, ഈ സമാധാനം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ആരാണ്? നമ്മൾ കൃത്യമായി തന്നെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രായേൽ തന്നെയല്ലേ? പ്രത്യേകിച്ച് സമാധാനം നടമാടുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഈ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് എരവാദം മുഴക്കി മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഫണ്ടിങ്, അത് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി എന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷെ വികസിക്കുന്നത് തീവ്രവാദ നേതാക്കളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരും ഒക്കെയാണ്. അപ്പോൾ ഒരു തരത്തിലും ഈ മധ്യപൂർവേഷ്യയിൽ സമാധാനം ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഇസ്രായേലും പാലസ്തീനും, അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ 2 മേഖലകൾ തമ്മിൽ സമാധാനം ഉണ്ടാകരുത് എന്ന് കൃത്യമായി തന്നെ ആഗ്രഹിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ തീവ്രവാദി കൂട്ടങ്ങൾ തന്നെയല്ലേ ശ്രീ അരുൺ? തീർച്ചയായും. നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ സാമ്പത്തികമായിട്ട് ഏത് തലത്തിലാണ് നിൽക്കുന്നതെന്നും ഫലസ്തീൻ സാമ്പത്തികമായിട്ട് ഏത് തലത്തിലാണ് നിൽക്കുന്നതും എന്നും സൈനികമായും രാഷ്ട്രീയമായും ഫലസ്തീനിൽ 20 വർഷത്തിന് മുകളിലായി മന്ത്രിസഭ രൂപീകരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ ഉണ്ടായിട്ട് 20 വർഷത്തിന് മുകളിലായി. ഇസ്രായേലിന്റെ സാഹചര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഈ 2 സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. ഒരു ദിവസം പൂർണ്ണമായും വേണ്ട ഇസ്രായേലിന് പലസ്തീനെ ലോകത്തിന്റെ മാപ്പിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ശരിക്കും പറഞ്ഞാൽ ഇതാണ്: ഒരു ദിവസം ഒരു 24 മണിക്കൂർ വേണ്ട. എന്നിട്ടും ഇസ്രായേൽ ക്ഷമ കാണിക്കുന്ന, അല്ലെങ്കിൽ ക്ഷമിക്കുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, രാഷ്ട്രീയപരമായിട്ട്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്രായേൽ ഒരു രാജ്യത്തെ അങ്ങോട്ട് ആക്രമിക്കില്ല. താങ്കളുടെ ശത്രുക്കളെ, അവരൊരു പോളിസിക്കകത്ത് തന്നെ പറയുന്നത്, ഇസ്രായേലിന്റെ ശത്രുക്കളെ, ഇസ്രായേലിന്റെ സ്വൈര്യ ജീവിതത്തെ തടസ്സപ്പെടുത്തിയാൽ അവരെ ഉന്മൂലനം ചെയ്യുക. അത് ഇസ്രായേലിന്റെ പോളിസിയാണ്. ഇപ്പൊ മൊസാദിന്റെ പോളിസി ആണെങ്കിൽ പോലും താങ്കളുടെ ശത്രുക്കൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവരെ കണ്ടെത്തുക, ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞൊരു പോളിസിയാണ്. നേരെ മറിച്ച് ഫലസ്തീൻ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കിയുള്ള യുദ്ധം,
അല്ലെങ്കിൽ ദാരിദ്ര്യം, പട്ടിണി അത് മുൻപോട്ടെടുത്ത് കാണിച്ചുകൊണ്ടുള്ള ഒരു രീതി. അപ്പൊ ഇതിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഏകദേശം ഒരു ഉത്തരം കിട്ടിക്കാണെന്നാണ്. വ്യക്തമാണ്. ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA, ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ ഈ മാധ്യമങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നൊരു പോയിന്റ് ആണ് പ്രത്യേകിച്ച് ഇസ്രായേൽ പാലസ്തീൻ ഹമാസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്തത്. നമുക്കറിയാം ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. മാധ്യമങ്ങളുടെ ഒരു ഭാവി എന്ന് പറയുന്നത് അവരുടെ ഒരു സർക്കുലേഷൻ ആണ്. അപ്പോൾ അവർ വാർത്ത കൊടുക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിലപാടെടുക്കുന്നത് അവരുടെ ഒരു സേഫ് സോൺ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഹമാസ് തീവ്രവാദികളെ പോലും ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്ന, അവരുടെ ചെയ്തികളെ വെള്ളപൂശുന്ന നിലപാടുകൾ പല മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും സ്വീകരിക്കുമ്പോൾ അത് സൂചന നൽകുന്നത് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായ ഒരു ഡെമോഗ്രാഫിക്സിലേക്കല്ലേ? അതായത് കേരളത്തിൽ വളരെയധികം ഭയം ജനിപ്പിക്കുന്ന ഈ ഒരു പോപ്പുലേഷൻ, ആ ഒരു പെർസെന്റേജിലെ വലിയൊരു വ്യത്യാസം അല്ലെങ്കിൽ വലിയൊരു ഭീതിപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയല്ലേ ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA? നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ, ജനാധിപത്യ സമവാക്യങ്ങളൊക്കെ അപകടകരമാം വിധം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വിശകലനം ചെയ്യുന്നതും യാഥാർത്ഥ്യത്തിൽ നിന്നും ഏറെ അകലെയായിട്ടാണ്. അർത്ഥസത്യങ്ങളും നുണകളും മാത്രമാണ് ഇവിടെ പ്രചരിച്ചുകൊണ്ടിരിക്കുക. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ സാമാന്യ ജനങ്ങളെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അന്നത്തെ പശ്ചിമേഷ്യയിലെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങാണ്ടു നിന്ന് വന്ന ജൂതന്മാർക്ക് പലസ്തീനികൾ കയറിക്കിടക്കാനായിട്ട് സ്ഥലം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സ്ഥലം കൊടുത്തവർക്ക് നേരെ യൂതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുതിരകയറ്റം അല്ല ഈ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ പശ്ചിമേഷ്യയിൽ പലസ്തീനും ഇസ്രായേലും നടക്കുന്നത് ഒരു അതിർത്തി പ്രശ്നമല്ല. അതിർത്തി പ്രശ്നമായിരുന്നെങ്കിൽ എത്രയോ പണ്ടേ അത് പരിഹരിക്കപ്പെട്ടു. ഇത് മതത്തിന്റെ പ്രശ്നമാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്കറിയാം. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലിന് ഒരു രാജ്യത്തെയും കയറി ആക്രമിച്ച് അതിന്റെ രാജ്യവിസ്തൃതി കൂട്ടാനായിട്ട് ശ്രമിച്ചതായിട്ട് ചരിത്രത്തിൽ ഒരിടത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ഇസ്രായേലിലേക്ക് കയറി മുട്ടുന്നു, ഇസ്രായേലിനെ തിരിച്ച് ആക്രമിക്കുന്നു. സ്വാഭാവികമായിട്ടും ആക്രമിച്ചവർക്ക് അവിടെ സ്ഥലം നഷ്ടപ്പെടുന്നു. നമ്മുടെ ഈ ഇസ്രായേൽ എന്തുമാത്രം സ്ഥലം ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്കുകൂടെ നമ്മൾ പരിശോധിക്കുന്ന വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതായത് 1 കിലോമീറ്റർ ചുറ്റോടിനുള്ളിൽ താമസിക്കുന്ന ജനസംഖ്യ എത്രയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങളായ ഈജിപ്തില് 1 കിലോമീറ്റർ ചുറ്റോടിനുള്ളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ എണ്ണം 113. മറ്റൊരു അയൽ രാജ്യമായ സിറിയയില് 1 കിലോമീറ്ററിനുള്ളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ എണ്ണം 126. വേറൊരു അയൽ രാജ്യമായ ജോർദാനിൽ 1 കിലോമീറ്ററിനുള്ളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ എണ്ണം 128. അതേസമയം ഇസ്രായേലിന്റെ പീപ്പിൾ ഡെൻസിറ്റി പെർ സ്ക്വയർ കിലോമീറ്റർ, അതായത് 1 കിലോമീറ്ററിനുള്ളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ എണ്ണം 415 അത്രമാത്രം ജനസംഖ്യ മീൻസ് അവിടെ ഭൂസ്വത്ത് ഭംഗിയായിട്ട് അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതേസമയം അയൽ രാജ്യങ്ങളൊക്കെയാണെങ്കിൽ വിശാലമായ സ്ഥലമാണ് അവർക്ക് അവിടെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇസ്രായേൽക്കാര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്രമണകാരികളാണ് എന്ന് ഒരു അർത്ഥസത്യം കേരളത്തിൽ പ്രചരിപ്പിക്കുകയും അങ്ങനെ ചിലരുടെ പ്രീതി പിടിച്ചു പറ്റുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവർക്ക് ഭരണത്തുടർച്ചയ്ക്കും കസര ഉറപ്പിക്കാനായിട്ടുള്ള ഒരു ഗൂഢനീക്കമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇതിനു മുമ്പ് നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ ഇസ്രായേലിന്റെ സമാധാനം സാധ്യതമാകാനായിട്ട് ചെയ്യേണ്ട വെട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഇസ്രായേലാണ് ആദ്യം ആയുധം താഴെ വെക്കുന്നത്. ഈ ഭൂമുഖത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാവുകയില്ല. ഇസ്രായേൽ എപ്പോഴും ഒരിക്കൽ പോലും ആക്രമിക്കാറില്ല, അവർ പ്രതിരോധിക്കാറ് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ നിലപാടുകളെയും ഇസ്രായേലിന്റെ ആ ഡിപ്ലോമസിയും ഒക്കെ വില കുറച്ച് കാണിക്കുകയും അതുപോലെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ചിലരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു തന്ത്രമാണ് നമ്മുടെ കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും കൈക്കൊള്ളുന്നത് എന്ന് ഇസ്രായേലിന്റെ ചരിത്രം അല്പമെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ നിഗൂഢ അജണ്ടകൾക്ക് പിന്നിലുള്ള വാസ്തവം പൊതുസമൂഹം അറിയാനായിട്ട് ശക്തമായിട്ടുള്ള, നേരത്തെ ജോസ് തലീം സാർ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക, അതുപോലെ തന്നെ
ഇന്റർനാഷണൽ BBC അതുപോലെയുള്ള ന്യൂസ് ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ നടക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ അല്ലാത്തടത്തോളം കാലം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു മലയാളികളുടെ മനസ്സിനെ മറ്റെന്തോ ഒരു ദിശയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് പശ്ചിമേഷ്യയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, ശ്രീ ജോസ് തളിയത്ത്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ യുദ്ധം കൊടുമുടി കൊള്ളുന്ന ഒരു സാഹചര്യം, ഏത് നിമിഷവും കരയുദ്ധം ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം. ലക്ഷക്കണക്കിന് ഇസ്രായേലി പട്ടാളക്കാർ ജാഗ്രതയോടെ അതിർത്തികളിൽ നിൽക്കുന്നു. ലോകരാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇസ്രായേലിന് സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണയുമായിട്ട് വരുന്നു. മറുസൈഡിൽ പല മുസ്ലിം രാജ്യങ്ങളും പാലസ്തീന് അല്ലെങ്കിൽ ഹമാസിന് പിന്തുണ അറിയിച്ചുകൊണ്ട് എത്തുന്നു. ഈ മധ്യപൂർവേഷ്യയുടെ ഈ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മധ്യപൂർവേഷ്യയുടെ ഒപ്പം തന്നെ ഈ ലോകത്തിന്റെ ഇനിയുള്ള ഒരു മുന്നോട്ടുള്ള ഒരു ഭാവി എന്തായിരിക്കും ശ്രീ ജോസ് തളിയത്ത്? ജോർജി, ഇത് ഒരു സൂചനയാണ്. നമുക്കറിയാം, ഇപ്പോ ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ മിക്കവാറും എല്ലാം മുമ്പിൽ വന്നിട്ടുണ്ട്. അതേസമയം ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചൈന തുടങ്ങിയുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിലെ ഒരു വളരെ കൗതുകമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഇസ്രായേൽ ഒരു കൊച്ചു പൊട്ട് പോലെ ഒരു ചെറിയ രാജ്യമായിട്ട് നിൽക്കുമ്പോഴും അവർക്ക് ചുറ്റുമുള്ള 99% മുസ്ലിം രാഷ്ട്രങ്ങളും അവർക്കെതിരാണ്. ഇതൊരു അതിജീവനത്തിന്റെ യുദ്ധമാണ്. ശരിക്കും പറഞ്ഞാല് അതിജീവനത്തിന്റെ സമരമാണ്. അപ്പൊ ഇത് പിന്നീടുള്ള കാലത്തേക്ക് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഇത് മധ്യപൂർവേഷ്യയിൽ മധ്യപൂർവ്വ ദേശത്ത് ഉണ്ടാവാൻ പോകുന്ന ഒരു ധ്രുവീകരണത്തിന്റെ സൂചന കൂടിയാണ്. കാരണം അത് വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോക സമാധാനത്തിന് തന്നെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് മാറും. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്, ഒരു യുദ്ധവും വിജയിക്കുന്നില്ല, ഒരു യുദ്ധവും ജയിക്കുന്നില്ല. അവിടെ നഷ്ടം സംഭവിക്കുന്നത് മനുഷ്യരാശിക്കാണ്. നമുക്ക് യുക്രൈനിലും കാണുന്നുണ്ട് ഇത് തന്നെ. അവിടെ പാശ്ചാത്യ ശക്തികളും അമേരിക്ക ഉൾപ്പെടെ എല്ലാവരും യുക്രൈനെ സഹായിക്കുന്നുണ്ട്, അവർ പിടിച്ചു നിൽക്കുന്നു. പക്ഷെ ചൈനയും റഷ്യയും തുടങ്ങിയുള്ള മറ്റു കുറെ രാജ്യങ്ങൾ റഷ്യയുടെ സൈഡിലുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ പുതിയ കാലത്ത് മനുഷ്യനെ നഷ്ടപ്പെടുന്നത് ഏറ്റവും വലിയത് ലോക സമാധാനമാണ്. മനുഷ്യരെയാണ് നഷ്ടപ്പെടുന്നത്. ഇത് ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ട് അനുഭവിക്കാൻ പോവുകയാണ്. ഇപ്പോ നമുക്ക് അസർബൈജാനിൽ സംഭവിച്ചത്, നഗോർണോ ആ പ്രദേശത്ത്, ഇത് നമ്മുടെ ഒരു ചരിത്രത്തിലേക്ക് പിന്നോട്ടുള്ള ഒരു നടത്തമാണ്. 915 അർമേനിയയിലെ ക്രൈസ്തവരുടെ കൂട്ടക്കൊല. അവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധ കാലത്ത് നാസികൾ ചെയ്തത്, ഫാസിസ്റ്റുകൾ ഇറ്റലിയിൽ ചെയ്തത്, ഇതെല്ലാം നിരന്തരമായിട്ടുള്ള മനുഷ്യത്വത്തിന് നേരെയുള്ള കയ്യേറ്റങ്ങളായിരുന്നു. ഇനിയും അതാണ് തുടരുമെന്നാണ് ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധത്തിന്റെ സൂചനകൾ. കാരണം മറ്റുള്ളവന്റെ അവകാശം അംഗീകരിക്കാത്തോടത്തോളം കാലം നമുക്ക് നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ലോകത്തിലായാലും സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഹമാസിന്റെ ഇപ്പോഴത്തെ നിലവാരം എന്താണ്? അവർ പറയുന്നത് നിലപാട് എന്താണ്? അവര് പറയുന്നത് ജോൺസൺ അച്ഛൻ പറഞ്ഞ പോലെ അവരുടെ നേതാവ് പറഞ്ഞതായിട്ടുള്ള ഒരു വാർത്ത കറക്റ്റാണ്. ക്രൈസ്തവരല്ലാത്ത അല്ലെങ്കിൽ അത്തരം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാഫിറുകളില്ലാത്ത ഒരു ലോകക്രമം ഇസ്രായേൽ ആദ്യ ലക്ഷ്യമാണ്. 2ാമത്തെ ലക്ഷ്യം ഈ ക്രൈസ്തവർ അല്ലെങ്കിൽ കാഫിറുകൾ ഇല്ലാത്ത ഒരു ലോകക്രമം. അതാണ് അവര് പറയുന്നത്. ജോർജ്, അതാണ് നമ്മൾ പറയുന്ന പാൻ ഇസ്ലാമിസം എന്ന് പറയുന്നത്. പാൻ ഇസ്ലാമിസം ലോകം മുഴുവൻ നമ്മൾ കീഴടക്കണം, ഞങ്ങൾ മാത്രം, മറ്റുള്ളവർ അംഗീകരിക്കാത്ത ഒരു കാടത്തത്വത്തിന്റെ ഒരു രാഷ്ട്രീയം. അതുള്ള കാലത്തോളം ഇനിയുള്ള കാലം നമ്മുടെ സമാധാനം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിചാരിക്കുന്നില്ല. ഓക്കെ, യെസ്, നമ്മള് ചർച്ചയുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ ശ്രീമതി ഡെയ്സി, പ്രത്യേകിച്ച് അങ്ങ് നേരത്തെ കുറെ ആശങ്കകൾ പങ്കുവച്ചു. പക്ഷേ ഒരു സേഫ് സോണിലാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ സർക്കാരിൽ അങ്ങേക്ക് വിശ്വാസം ഉണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഓപ്പറേഷൻ അജയ് പോലുള്ള ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നു. പക്ഷേ ഇസ്രായേലിൽ നമുക്കറിയാം ധാരാളം മലയാളികൾ ഉണ്ട്. അവർ സ്വന്തം ജീവിതം പച്ചപിടിപ്പിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇസ്രായേലിൽ പണിയെടുക്കുന്നു. ഒപ്പം തന്നെ സ്വന്തം നാട്ടിലുള്ള കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. വളരെയധികം അധ്വാനം ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇസ്രായേലിലെ മലയാളി സമൂഹം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സംഘർഷം, ലോകം ചർച്ച ചെയ്യുന്ന ഈ ഒരു സംഘർഷം ഉണ്ടായതിനു ശേഷം കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സത്വരമായിട്ടുള്ള ഇടപെടലുകൾ
ഉണ്ടായിട്ടുണ്ടോ? ഇനി ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ സർക്കാർ കാണിക്കുന്ന കുറ്റകരമായിട്ടുള്ള നിസ്സംഗത, അലംഭാവം ഇസ്രായേലിലെ മലയാളി സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ശ്രീമതി ഡെയ്സി? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഇപ്പൊ ഇങ്ങനെ ഒരു നീക്കം, ഇവാക്വേഷൻ ഒന്നും അല്ല ആവശ്യമില്ല, എന്നാലും ആവശ്യക്കാർക്ക് താല്പര്യമുള്ളവർക്ക് കയറി പോകാം എന്നുള്ള മട്ടില് ഓപ്പറേഷൻ അജയ് ഒക്കെ തുടങ്ങിയത് വളരെ നല്ല കാര്യമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും അത് വളരെ സന്തോഷം തോന്നിപ്പിച്ചു. എന്നാല് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇവിടെയുള്ള മലയാളികള്, അതായത് ഇപ്പം എനിക്ക് തോന്നുന്ന മിഡിൽ ഈസ്റ്റിലോ മറ്റ് ലോകത്ത് എവിടെയും തന്നെ ജോലി ചെയ്യുന്ന മലയാളികൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ തന്നെ ഒരു നല്ല തുക ഇസ്രായേലിലെ പ്രവാസികള് ഓരോ മാസവും കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം നമുക്കിത് കിട്ടുന്ന ഒരുവിധം കുഴപ്പമില്ലാത്ത സാലറിയിൽ നിന്ന് നല്ലൊരു തുകയും, എല്ലാവരും ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട്, നല്ലൊരു തുകയും മറ്റുള്ള രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്, അവിടെ തന്നെ യൂസ് ചെയ്യണം, അപ്പൊ അവിടെ ചെലവാക്കി പോവുകയാണ്. പക്ഷെ ഇസ്രായേലിലുള്ളവര് സ്വന്തം കടങ്ങൾ വീട്ടാനായാലും സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിന്, ആശുപത്രി, ജോലി, എന്ത് കാര്യത്തിനായാലും അങ്ങോട്ടാണ് കാശ് വയ്ക്കുന്നത്. അപ്പൊ ചെറിയതായിട്ടൊരു കണക്ക് കൂട്ടിയിട്ട് ഒരു 10,000 മലയാളികളെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 100 കോടി രൂപ, എന്റെ കണക്കാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കണക്കൂട്ടി ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോ കിട്ടിയത് ഒരു മാസം 100 കോടി രൂപ മിനിമം ഈ ഇസ്രായേലിലെ മലയാളികളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയില് ഞങ്ങള് മലയാളികള് ഇവിടെ എന്ത് ചെയ്യുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷേമമാണോ, ആവശ്യത്തിനെല്ലാം ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ പരസ്പരം പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് വളരെ ആശങ്കാജനകമായിട്ട് അത് പങ്കുവെക്കുകയും കൂടി ചെയ്തു. എന്തുകൊണ്ടാണ് അവര് നമ്മളെ പറ്റി ഒരു കാര്യം അന്വേഷിക്കാത്തത്? നമ്മൾ ഓക്കെ ആയിരിക്കാം, പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ മലയാളികളും ഓക്കെ ആണോ, നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും സഹായങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്റെ അറിവിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി എന്റെ അറിവുകേടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ രാഷ്ട്രീയം സ്ഥിരമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ്, എന്നിരുന്നാൽ പോലും. പിന്നെ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ ഇസ്രായേൽ ഗവൺമെന്റിലുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറച്ച് ചിലരുണ്ട് സൈബറില് 1948 മുൻപ് ലോകമോ അല്ലെങ്കിൽ ഇസ്രായേലോ പലസ്തീനോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന, ചരിത്രം പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുന്ന കുറച്ച് പേരുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് വെക്കുക. എല്ലാം നേരത്തെ അരുൺ പറഞ്ഞ പോലെ മതത്തിന്റെ കളികളാണ്. രണ്ട് മതങ്ങൾ ചേരുമ്പോഴുള്ള ആ വെറി, ആ വൈരാഗ്യം നമ്മളുടെ അടുത്തും കാണിക്കുന്നു എന്ന് വിശ്വസിക്കുക. അതാ ഇപ്പൊ നിവൃത്തിയുള്ളൂ. അങ്ങനെ ആശ്വസിക്കുന്നു. ഓക്കെ, തീർച്ചയായും ഇസ്രായേലിലെ പൗരന്മാർ, മലയാളികൾ, ഇന്ത്യക്കാർ, എല്ലാ രാജ്യങ്ങളിലും പെട്ടവർ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായ ഇസ്രായേലിന് എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നു. യുദ്ധം ഒന്നിനും പരിഹാരമല്ല, സംഘർഷാവസ്ഥകൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ. ഒപ്പം തന്നെ ഈ തീവ്രവാദികൾക്ക് കൂടെ പിടിക്കുന്ന, അവരെ ന്യായീകരിക്കുന്ന, വെള്ള പൂശാൻ ശ്രമിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, മാധ്യമങ്ങൾ സത്യം തിരിച്ചറിയട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോൺസൺ പാലപ്പള്ളി, ശ്രീ ജോസ് തളയിൽ, ശ്രീ അരുൺ വർഗീസ്, ഒപ്പം തന്നെ ശ്രീമതി ഡെയ്സി, 4 പേർക്കും നന്ദി.